ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, സ്വന്തം റിസ്കിൽ മാത്രം ഈ ഒരു വീഡിയോ കാണുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീഡിയോ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. US-ലുള്ള ന്യൂയോർക്കിൽ ലോങ് ഐലാൻഡ് എന്ന പേരുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെയാണ് അമിറ്റി വില്ലി എന്ന പേരുള്ള നല്ല ഭംഗിയുള്ള ആ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കടലോരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിലെ ഓഷ്യൻ റോഡിന് അരികിലായിട്ട് 112 നമ്പർ വീടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വീടാണ്. ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വീടായിട്ട് തോന്നുമെങ്കിലും ഭംഗിയുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ആപത്ത് ഉണ്ടാവുക എന്നാണ് പറയുക. അതുപോലെ തന്നെ ഈ വീട്ടിനുള്ളിലെ ഭയപ്പെടുത്തുന്ന അമാനുഷികത്വം നമ്മൾ ചിന്തിക്കുന്നതിനും എത്രയോ അപ്പുറമുള്ളതാണ്. അമേരിക്കയിൽ നിരവധി ഹോണ്ടഡ് ഹൗസ് ഉണ്ട്, പക്ഷേ ഈ വീടിനെയാണ് മോസ്റ്റ് ഹോണ്ടഡ് ഹൗസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മോസ്റ്റ് ഹോണ്ടഡ് ഹൗസ് എന്ന് പറയുന്നത്? അതിനുള്ള കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. അമിറ്റിവിയിലുള്ള ഈ വീടിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ള കാര്യങ്ങളാണ്. 1974 ഓഷ്യൻ റോഡിനടുത്തുള്ള 112 നമ്പർ വീട്ടിലേക്ക് ഡിഫിയോൺ എന്ന പേരുള്ള ഒരു ഫാമിലിയാണ് താമസിക്കാനായിട്ട് പോകുന്നത്. ഈ വീട്ടിൽ താമസിക്കാൻ പോകുന്ന കുടുംബനാഥന്റെ പേര് റൊണാൾഡ് സീനിയർ എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ലൂയിസ് എന്നാണ്. ഈ ദമ്പതികൾക്ക് 5 മക്കളാണുള്ളത്. മൂത്ത മകന്റെ പേര് റൊണാൾഡ് ജൂനിയർ എന്നാണ്. 23 വയസ്സാണ് പ്രായം. രണ്ടാമത്തേത് ഒരു മകളാണ്, 18 വയസ്സാണ് പ്രായം, ഡോൺ എന്നാണ് പേര്. മൂന്നാമത്തേത് 13 വയസ്സുള്ള എലിസൺ, നാലാമത്തേത് 12 വയസ്സുള്ള മാർക്ക്, അഞ്ചാമത്തേത് 9 വയസ്സുള്ള ജോൺ. സോ മാതാപിതാക്കളടക്കം ടോട്ടൽ 7 പേര് 1974 നവംബർ 13 ഈ വീട്ടിലേക്ക് താമസം മാറുന്നത്. ഇങ്ങനെ ഇവർ താമസം മാറിയിട്ട് 2 ദിവസങ്ങൾക്ക് ശേഷം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. വിളിച്ചിരിക്കുന്നത് ഈ വീടിന് തൊട്ടടുത്തുള്ള ഒരു ബാറിൽ നിന്നുമാണ്. വിളിച്ചയാൾ പോലീസുകാരോട് പറഞ്ഞത്, സർ റൊണാൾഡ് ജൂനിയർ എന്ന പേരിലൊരു പയ്യൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവൻ പറയുന്നത് അവന്റെ വീട്ടിലെ എല്ലാവരെയും ഒരാൾ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയെന്നാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടേക്ക് വരണമെന്നാണ് വിളിച്ചയാൾ പറയുന്നത്. സംഭവം അറിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് തന്നെ അമിറ്റിവിൽ എന്ന പേരുള്ള ഈ ഗ്രാമത്തിലേക്ക് വരികയാണ്. എന്നിട്ട് 112 നമ്പർ വീട്ടിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കയറി ചെല്ലുകയും ചെയ്തു. അവിടെ ഒരുപാട് ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. തുടർന്ന് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച പോലീസുകാർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി. ഈ വീട്ടിൽ ടോട്ടൽ 7 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ മാത്രമേ ജീവനോടെ ഉള്ളൂ. ബാക്കി 6 പേരും മരണപ്പെട്ടിരിക്കുകയാണ്. ആരോ തോക്കുകൊണ്ട് ഈ 6 പേരെയും ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വീട്ടിൽ ഇപ്പോൾ ജീവനോടെയുള്ളത് റൊണാൾഡ് ജൂനിയർ എന്ന പേരുള്ള 23 വയസ്സുകാരനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസുകാരെ അവനോട് ചോദിക്കുകയാണ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, നീ എന്താണ് ആദ്യമായിട്ട് കണ്ടത് എന്ന്. റൊണാൾഡ് ജൂനിയർ പോലീസുകാരോട് പറയുന്നത്, സർ ഞാൻ രാത്രി സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു. അതിനുശേഷം ബാറിൽ പോയി പുലർച്ചയോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ വീട്ടിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് വാതിലെല്ലാം തുറന്നിട്ട അവസ്ഥയിലായിരുന്നു. എൻ്റെ വീട്ടിലെ ബാക്കി എല്ലാവരെയും ആരോ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇത് മാത്രമേ എനിക്ക് അറിയൂ എന്നാണ് ആ 23 വയസ്സുകാരൻ പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഈ വീട്ടിനുള്ളിലേക്ക് പോയി നോക്കുന്ന സമയത്ത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിനകത്താണ് ഭാര്യയും ഭർത്താവും മരിച്ചു കിടക്കുന്നത്. അതുപോലെ മറ്റൊരു റൂമിൽ അലിസൺ എന്ന പേരുള്ള 13 വയസ്സുകാരി മരിച്ചു കിടക്കുന്നു. അതുകൂടാതെ ഗ്രൗണ്ട് ഫ്ലോറിലെ 3-ാമത്തെ റൂമിൽ മാർക്ക് എന്ന പേരുള്ള ജോൺ എന്ന പേരുള്ള 2 ആൺമക്കളിലെ അവർ 2 പേരും മരിച്ചു കിടക്കുന്നു. ഇതിൽ ഡോൺ എന്ന പേരുള്ള 18 വയസ്സുകാരി മാത്രമാണ് ഫസ്റ്റ് ഫ്ലോറിൽ മരിച്ചു കിടക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഈ ബോഡികളെല്ലാം പരിശോധിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലായൊരു കാര്യം, ഇവരെല്ലാവരും കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയത്താണ് ഇവരെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പറയാനുള്ളതിൻ്റെ കാരണം, ഇവരാരും ഇങ്ങനെ കൊല്ലപ്പെടുന്നതിന് മുമ്പായിട്ട് പ്രതികരിച്ചിട്ടില്ല. അതേ രീതിയിൽ തന്നെയാണ് അവർ കിടക്കുന്നത്. ഈ കൂട്ടക്കൊലപാതകം 3 മണിക്കും 3:30ക്കും ഇടയിലാണ് സംഭവിച്ചത് എന്നാണ് പോലീസുകാർ വിശ്വസിക്കുന്നത്. അങ്ങനെ പോലീസുകാർ അടുത്തുള്ള നെയ്ബേഴ്സിനോട് എല്ലാവരോടും ചോദിക്കുകയാണ്, നിങ്ങൾ വല്ല ശബ്ദം ആ സമയത്ത് കേട്ടിട്ടുണ്ടായിരുന്നോ എന്ന്. എന്നാൽ അയൽക്കാരെല്ലാവരും പറയുന്നത് അങ്ങനെ യാതൊരു ശബ്ദവും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നാണ്. വെടിവെച്ച് കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ശബ്ദം കേൾക്കും, എന്നാൽ മറ്റാരും അസ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ല. ഒരു വീട്ടിലെ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരാണോ ആ ജീവനോടെയുള്ള വ്യക്തി, അയാളെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ സംശയിക്കുക. അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് ആ വീട് പൂർണ്ണമായും പരിശോധിച്ചതിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആ വീടിന്റെ ബേസ്മെന്റിന്റെ ഭാഗത്തായിട്ട് ഒരു തോക്ക് കണ്ടെടുക്കുകയാണ്. അതായത് ഈ കൊലയ്ക്ക് ഉപയോഗിച്ച തോക്ക്. വെളിയിൽ നിന്ന് ഒരു കൊലയാളി ഈ വീട്ടിലേക്ക് വന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ തോക്ക് ഈ വീടിന്റെ ബേസ്മെന്റിന്റെ അവിടെ വെച്ചിട്ട് എവിടേക്കും പോവില്ല. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ ആ മരിക്കാത്ത, കൊല്ലപ്പെടാത്ത ആ വ്യക്തി തന്നെയാണ് കൊലയാളി എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. അങ്ങനെ തെളിവായിട്ട് ഈ തോക്ക് കാണിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ റൊണാൾഡ് ജൂനിയറിനെ ചോദ്യം ചെയ്യുകയാണ്, നീയല്ലേ നിന്റെ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും എല്ലാവരെയും കൊലപ്പെടുത്തിയത് എന്ന്. ഒരുപാട് നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഫൈനലി ആ 23 വയസ്സുകാരൻ പോലീസുകാരോട് സത്യം തുറന്നു പറഞ്ഞു, ഞാൻ തന്നെയാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയത് എന്ന്. ജസ്റ്റ് കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല പറഞ്ഞത്, അവിടെ നിന്നും ലഭിക്കേണ്ട, പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കേണ്ട നിരവധി തെളിവുകൾ അവൻ നശിപ്പിച്ച് കളഞ്ഞിട്ടുമുണ്ട്. കുറേ കാര്യങ്ങൾ അവിടെ തൊട്ടടുത്തുള്ള കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുമുണ്ട്. യാതൊരു തെറ്റും ചെയ്യാത്ത ഇത്രയും പേരെ കൊലപ്പെടുത്തിയത് റൊണാൾഡ് ജൂനിയർ തന്നെയാണെന്ന് അയാൾ സമ്മതിച്ചു. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, സർ ഞാൻ തന്നെയാണ് കൊലപ്പെടുത്തിയത്, പക്ഷേ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം കൊലപ്പെടുത്തിയതല്ല, എന്നോട് ഒരാൾ കൊലപ്പെടുത്താനായിട്ട് പറഞ്ഞതാണ് എന്നാണ്.
അതാരാണ് എന്ന് ചോദിക്കുമ്പോൾ സർ അതൊരു രൂപമാണ്, അതായത് കറുത്ത നിറത്തിലുള്ള ഒരു രൂപമാണ്. ആ രൂപം കുറേ ദിവസങ്ങളായിട്ട് എന്നോട് നിന്റെ കുടുംബത്തിലെ ബാക്കിയുള്ള എല്ലാവരെയും കൊലപ്പെടുത്താനായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എൻ്റെ ചെവിക്കരികിൽ വന്നിട്ട്. അവസാനം ഇപ്പോൾ ആ തോക്കെടുത്തിട്ട് എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് പറഞ്ഞു നിന്റെ വീട്ടിലെ ബാക്കി എല്ലാവരെയും നീ കൊലപ്പെടുത്തിയെന്ന്. അങ്ങനെയാണ് ഞാനത് ചെയ്തത് എന്നാണ് റൊണാൾഡ് ജൂനിയർ പോലീസുകാരോട് പറയുന്നത്. ഇത് കേട്ട പോലീസുകാർക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത്. ഒരു കഥ പറയുകയാണെങ്കിൽ വിശ്വസിക്കുന്ന രീതിയിൽ പറ, അതല്ലാതെ ഒരു രൂപം, കറുത്ത രൂപം നിന്റെ കയ്യിൽ ഈ തോക്ക് കൊണ്ടുവന്ന് തന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എന്താ പൊട്ടന്മാരാണോ എന്നാണ് പോലീസുകാർ തിരിച്ച് ചോദിക്കുന്നത്. പക്ഷേ ഇവൻ ഇത് മാത്രമേ പറയാനുള്ളൂ. എൻ്റെ വീട്ടിൽ ഒരു അമാനുഷിക രൂപമുണ്ട്, ആ രൂപമാണ് എൻ്റെ കയ്യിൽ ഈ തോക്ക് കൊണ്ട് തന്നത്, ഞാൻ ആ തോക്ക് ഉപയോഗിച്ചിട്ടാണ് കൊലപ്പെടുത്തിയത്, അതല്ലാതെ എൻ്റെ ഇഷ്ടപ്രകാരമല്ല എന്നാണ് ഇവൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതുപോലൊരു കാര്യം അവൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് തന്നെ പോലീസുകാർ ചിന്തിക്കുന്നത് ഇവന് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവൻ തന്നെ ശ്രമിക്കുകയാണ് എന്നാണ്. അതായത് അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നിന്ന് സിമ്പിളായിട്ട് ഊരിപ്പോവാലോ, അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഇവൻ്റെ പരിശ്രമമാണ് ഇതാണെന്നാണ് പോലീസുകാർ ചിന്തിക്കുന്നത്. സോ ഇവൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കാത്ത പോലീസുകാർ ഇവൻ തന്നെയാണ് പ്രതി എന്ന് പറഞ്ഞിട്ട് ട്രയലിനായിട്ട് ഈ കേസ് കോടതിയിലേക്ക് കൊണ്ടുപോവാണ്. കോടതിയിലെത്തിയ ശേഷം ഇവൻ കോടതിയോടും പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ്, ഒരു രൂപമാണ് എന്നോട് കൊലപ്പെടുത്താനായിട്ട് പറഞ്ഞത്, അതാണ് ഞാൻ ചെയ്തത്, അതല്ലാതെ എൻ്റെ ഇഷ്ടപ്രകാരമല്ല എന്നാണ്. പക്ഷേ കോടതിയിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാത്ത ജീവപര്യന്തം ശിക്ഷയാണ് ഈ ഒരു കൃത്യത്തിന് അവന് ലഭിച്ച ശിക്ഷ. ഫൈനലി ഈ കേസ് ഇതോടുകൂടി അവസാനിച്ചുവെങ്കിലും 112 നമ്പർ വീടില്ലേ, അത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീടായി മാറി. പിന്നീട് അങ്ങോട്ട് ആരും അതിലേക്ക് താമസിക്കാൻ വരാതെയായി. റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഒരുപാട് തവണ ആ വീട് പിന്നീട് വിൽക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആരും വാങ്ങുന്നില്ല. അതായത് ഒരു വീട്ടിൽ ഇത്രയും കൊലപാതകങ്ങൾ നടന്നു എന്ന് പറയുമ്പോൾ വാങ്ങാൻ പോകുന്ന ആളുകളെല്ലാം തന്നെ ഒന്നും മടിക്കും. ഒന്നാമത്തേത് ഒരുപാട് മരണം സംഭവിച്ചൊരു വീടാണ്. അത് മാത്രമല്ലാതെ അവരുടെ എല്ലാം ആത്മാവ് ആ വീട്ടിൽ തന്നെ ഉണ്ടാവുമോ എന്നൊരു ഭയം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ചിലർക്ക് മാത്രമേ അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും തന്നെ ഇല്ലാതാവുള്ളൂ. എന്തായാലും ഇതിൻ്റെ പേരിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് വില ഒരുപാട് കുറച്ച് വിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ആ വീട് പിന്നീട് വിറ്റുപോയില്ല. ഇതിനുശേഷം 112 നമ്പർ വീട്ടിനുള്ളിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. മോസ്റ്റ് ഹോണ്ടഡ് ഹൗസ് എന്ന പേരുള്ള ഈ വീട് പിന്നീട് ആരെങ്കിലും മേടിച്ചിട്ടുണ്ടായിരുന്നോ? ഇനി അഥവാ മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? വിശ്വസിക്കാൻ കഴിയാത്ത, ഉള്ളിൽ ഭയം തോന്നുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് മുമ്പായി ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. അതുകൂടാതെ ഇതുപോലുള്ള ക്രൈം സ്റ്റോറീസ്, റിയൽ ക്രൈം സ്റ്റോറീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. എനിക്കത് വലിയൊരു ഹെൽപ്പായിരിക്കും. റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഒരുപാട് വില കുറച്ച് ഈ വീട് വിൽക്കാനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു ദമ്പതികൾ ഈ വീട് മേടിക്കാനായിട്ട് വരികയാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ജോർജ് കാത്തി ദമ്പതികളാണ് ഈ വീട് മേടിക്കാനായിട്ട് വരുന്നത്. അവർക്ക് 3 മക്കളും ഉണ്ട്. ശരിക്കും ജോർജിന്റെയും കാത്തിയുടെയും ഇത് 2ാമത്തെ വിവാഹമാണ്. ജോർജിന്റെ ആദ്യ വിവാഹത്തിൽ ജോർജിന് കുഞ്ഞുങ്ങളൊന്നുമില്ല. എന്നാൽ കാത്തിയുടെ ആദ്യ വിവാഹത്തിൽ അവർക്ക് 3 കുട്ടികളുണ്ട്. ആ 3 കുട്ടികളാണ് ഇപ്പോൾ അവരുടെ കൂടെ ഉള്ളത്. അതായത് ഈ 3 കുട്ടികളുടെ സ്റ്റെപ്പ് ഫാദർ ആണ് ജോർജ്. സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിക്കുന്ന ഈ ഫാമിലിയുടെ കയ്യിൽ കുറച്ച് പണമുണ്ട്. കുറച്ച് കൂടുതൽ പണം ബാങ്കിൽ നിന്നും തരപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് അവർ വീട് നോക്കിക്കൊണ്ടിരുന്നത്. ഒരുപാട് വീടുകൾ നോക്കി. അങ്ങനെ അവസാനം 112 നമ്പർ ഈ വീടും അവർ നോക്കുകയാണ്. സത്യത്തിൽ ഈ വീട് വെളിയിൽ നിന്ന് കണ്ട ഈ ദമ്പതികൾക്ക് ആ വീട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സൗകര്യമുള്ള വലിയൊരു വീട്. പക്ഷേ ഈ വീടിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ആ പ്രൈസ് കേട്ടപ്പോൾ അവർക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അതായത് ഈ വിലയ്ക്ക് ഈ വീട് കിട്ടുമോ എന്നാണ് അവരുടെ സംശയം. ദമ്പതികൾ ഈ വീട്ടിനുള്ളിലേക്ക് പോയി നോക്കുന്ന സമയത്ത് വീട്ടിനുള്ളിലെ റൂം എല്ലാം തന്നെ ഫർണിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഈ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അതെല്ലാം പുതിയതാക്കി വെച്ചിട്ടുണ്ട്. സോ വീട്ടിനുള്ളിലെ ഓരോ റൂമുകൾ പോയി നോക്കുന്ന സമയത്ത് അമ്പരപ്പിക്കുന്ന കാഴ്ചകളാണ്. അത്രയും ഭംഗിയാണ് ഈ വീട്ടിനുള്ളത്. അതുകൂടാതെ ഈ വീട്ടിന് വെളിയിലായിട്ട് ഒരു ബോട്ട് ഹൗസ് ഉണ്ട്. ബോട്ട് ഹൗസ് എന്ന് പറയുമ്പോൾ ഈ വീട് കടലിനോട് ചേർന്ന് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള വീട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ബോട്ട് ഉണ്ടാവും. ആ ഒരു ബോട്ട് നിർത്താനായിട്ട് ഒരു ചെറിയ വീട് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. അതാണ് ഈ ബോട്ട് ഹൗസ്. അതും നല്ല രീതിയിൽ പണിതിട്ടുണ്ട്. അതിനുള്ളിൽ ഒരു നല്ല ബോട്ടും ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ളൊരു വീട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കുഴപ്പമുണ്ട്. ഈ ദമ്പതികൾക്ക് ഈ വീട്ടിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് അറിയില്ല. അതായത് ഇവർ ഈ നാട്ടുകാരല്ല, മറ്റൊരു നാട്ടിൽ നിന്നും ഇവിടേക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. അപ്പോൾ വീട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫൈനലി റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഇവരോട് ഒരു കാര്യം പറയാണ്, വീട് എന്തായാലും വാങ്ങിക്കാമെന്ന് നിങ്ങൾ തീരുമാനിച്ചല്ലോ, ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ വെച്ച് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്, ഇത്ര പേര് ഈ വീട്ടിനുള്ളിൽ വെച്ച് മരിച്ചിട്ടുണ്ട് എന്ന് ഒരു കാര്യം പറയാണ്. ഇത് കേട്ടപ്പോൾ സത്യത്തിൽ ആ ദമ്പതികളുടെ ആ ഒരു സന്തോഷം എല്ലാം തന്നെ ഇല്ലാതെയായി. അവർക്ക് ഈ പറയുന്ന
പ്രേതം, ഭൂതം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഈ വീടിൻ്റെ ഭംഗിയും ഇതിലെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ആ വീട് ഉപേക്ഷിച്ചിട്ട് പോകാനും സാധിക്കുന്നില്ല. അവരവരുടെ മക്കളോട് ഈ ഒരു കാര്യത്തെപ്പറ്റി പറയുകയാണ്, ഇങ്ങനെ ഒരു കാര്യം ഈ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഈ വീട് മേടിക്കണോ? നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ മേടിക്കില്ല, പക്ഷെ എന്താണ് ചെയ്യേണ്ടത്, നല്ല സൗകര്യമുള്ള വീടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഈ മക്കളാണെങ്കിൽ ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോയി നോക്കിയിട്ട് അവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവസാനം അവർ ആ വീട് മേടിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. ഇവരിപ്പോൾ എടുത്ത ഈ തീരുമാനമില്ലേ, അത് എത്രമാത്രം തെറ്റാണെന്ന് പിന്നീടാണ് ഇവർ മനസ്സിലാക്കുക. നവംബർ മാസം 27-ാം തീയതിയാണ് ഈ ഫാമിലി ഈ വീട്ടിലേക്ക് താമസിക്കാനായിട്ട് വരുന്നത്. അങ്ങനെ ആ വീട്ടിലേക്ക് എത്തിയ ശേഷം ഈ റൂം എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെല്ലാവരും ഓടിച്ചാടി കളിക്കുകയാണ്. ഈ ദമ്പതികളും ഒരുപാട് ഹാപ്പിയാണ്. പക്ഷേ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീടൊന്ന് ശുദ്ധം ചെയ്യാമെന്നവർ തീരുമാനിക്കുകയാണ്. അതായത് ഒരു പള്ളിയിൽ അച്ഛനെ കൊണ്ടുവന്നിട്ട് അവരുടേതായിട്ടുള്ള ചില കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്തിട്ട് ഈ വീട്ടിൽ ഇനി എന്തെങ്കിലും പ്രേതബാധയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ചില കർമ്മങ്ങൾ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഇവരെ വിവാഹം കഴിപ്പിച്ച ഒരു പ്രീസ്റ്റ് ഉണ്ട്, ആ പ്രീസ്റ്റിനെ തന്നെ വിളിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ആ പ്രീസ്റ്റ് പറയുന്നത്, അതിനെന്താണ് തടസ്സം, ഞാൻ എന്തായാലും വരാലോ എന്ന് പറഞ്ഞിട്ട് പ്രീസ്റ്റ് ഈ വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. എന്നിട്ട് ഹോളി വാട്ടർ തെളിച്ച് ആ വീട്ടിലെ ഓരോ റൂമും ശുദ്ധമാക്കാം എന്നാണ് അവരുടെ ഒരു തീരുമാനം. ആ വീട്ടിലേക്ക് എത്തിയ പള്ളിയിൽ അച്ഛൻ ആ വീട്ടിനുള്ളിലേക്ക് കയറിയ സമയത്ത് അസ്വാഭാവികമായിട്ട് പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. എന്തായാലും ആ വീടിൻ്റെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ മുതൽ ഈ വെള്ളം തെളിച്ച് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കേസ് കയറിയിട്ട് ഒരു ലാൻഡിംഗ് ഉണ്ട്. ആ ഒരു ലാൻഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് എത്തിയ സമയത്ത് അദ്ദേഹത്തിന് അതിശക്തമായിട്ട് കുളിരാനായിട്ട് ആരംഭിക്കുകയാണ്. നല്ല തണുപ്പ്, സഹിക്കാൻ കഴിയാത്ത തണുപ്പ് കുറച്ച് നേരത്തേക്ക്. എന്നാൽ വെളിയിലേക്ക് നോക്കുന്ന സമയത്ത് സാധാരണ രീതിയിലുള്ള ചൂടെല്ലാം തന്നെ വെളിയിലേക്കുണ്ട്. ആ ഒരു ലാൻഡിങ്ങിലേക്ക് എത്തിയപ്പോൾ മാത്രമാണ് ഈ അതിശക്തമായിട്ടുള്ള തണുപ്പുള്ളത്. ഓക്കെ, എന്തായാലും അത് വലിയ കാര്യമാക്കി എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തി അവിടെയുള്ള റൂമുകളിലേക്ക് ഈ ഹോളി വാട്ടർ തെളിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. എന്നാൽ ആ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നടന്ന് ആ വീടിൻ്റെ കോർണറിൻ്റെ ഭാഗത്തുള്ള ഒരു റൂമിലേക്ക് പോയ സമയത്ത് നല്ല ഇരുട്ട് നിറഞ്ഞൊരു റൂമാണ്. ഈ പ്രീസ്റ്റിന് ഒരു കാര്യം തോന്നുകയാണ്, ഞാൻ മാത്രമല്ല ഈ റൂമിനുള്ളിലുള്ളത്, മറ്റാരോ എന്നെ നോക്കി നിൽക്കുന്നുണ്ട് എന്ന്. അങ്ങനെ ഒരു പ്രസൻസ് വളരെ ഹെവി ആയിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നല്ല പേടിയുണ്ട് എങ്കിലും അത് കാണിക്കാതെ അദ്ദേഹം പതിയെ വെളിയിലേക്ക് വന്നു. പക്ഷേ ഈ പറയുന്ന ആ ഒരു അദൃശ്യമായിട്ടുള്ള ആ ഒരു സാന്നിധ്യമില്ലേ, അദ്ദേഹത്തെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ അദൃശ്യമായിട്ടുള്ള സാന്നിധ്യം ശ്വാസം എടുക്കുന്നത് പോലും ആ പ്രീസ്റ്റിന് കേൾക്കാമായിരുന്നു. ആ രീതിയിലുള്ള പ്രസൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ പ്രീസ്റ്റ് റൂമിന് വെളിയിലേക്ക് എത്തിയിട്ടും ആ റൂമിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ ഹോളി വാട്ടർ വീണ്ടും തെളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്നാണ് അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാതെ ക്യാൻ യു സ്റ്റോപ്പ് ദിസ് എന്ന് ഒരു കാര്യം അതിനുള്ളിൽ നിന്നും ഒരു ശബ്ദം അദ്ദേഹം കേൾക്കുന്നത്. മനുഷ്യർ മറ്റാരും ഇല്ലാത്ത റൂമിൽ നിന്നും ഇതുപോലൊരു ശബ്ദം കേട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അദ്ദേഹത്തിന് ഉള്ളിൽ നല്ല പേടി തോന്നുകയാണ്. അദ്ദേഹം ഉടനെ തന്നെ ആ ഒരു വെള്ളം തെളിക്കുന്നത് നിർത്തിയിട്ട് തൊട്ടടുത്തുള്ള മറ്റൊരു റൂമിലേക്ക് പോവുകയാണ്. ആ റൂമിൽ എത്തിയ ശേഷവും വളരെ വിചിത്രമായിട്ടുള്ള കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. ആ റൂമിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഈച്ചയാണ്. എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നറിയില്ല, പക്ഷേ ഒരുപാട് ഈച്ചകൾ ആ റൂമിൻ്റെ പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് അരികിലേക്ക് വരികയാണ്, കൂട്ടമായിട്ട് അറച്ചു പോകുന്ന രീതിയിൽ. ഇതുകൂടി ആയപ്പോൾ ആ പ്രീസ്റ്റ് വെള്ളം തെളിക്കുന്നത് കണ്ടിന്യൂ ചെയ്യാതെ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരികയാണ്. ഇദ്ദേഹം മാത്രമേ ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ടായിരുന്നുള്ളൂ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ വീടിൻ്റെ ഉടമസ്ഥയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയ ശേഷം താൻ എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത് ഫസ്റ്റ് ഫ്ലോറിൽ എന്നുള്ള കാര്യം അദ്ദേഹം ഈ ദമ്പതികളോട് പറയുന്നില്ല. അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം ഇദ്ദേഹത്തിന് ഉണ്ടാവുന്നില്ല. എന്തായാലും ഈ വീട്ടിൽ നിന്നും പോകുന്നതിന് മുമ്പ് ഈ പ്രീസ്റ്റ് ഈ ദമ്പതികളോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഫസ്റ്റ് ഫ്ലോറിലെ കോർണറിലുള്ള ആ ബെഡ്റൂമില്ലേ, അതിലേക്ക് അങ്ങനെ ആരും പോവണ്ട, അതെന്തോ എനിക്ക് അങ്ങനെ തോന്നി എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയും ചെയ്തു. പ്രീസ്റ്റ് ഇങ്ങനെ പറഞ്ഞതിൽ ഈ ദമ്പതികൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നുവെങ്കിലും അത് ചുഴന്ന് മുമ്പോട്ട് പോകാനായിട്ട് അവർ ശ്രമിച്ചില്ല എന്നതാണ് സത്യം. എന്തായാലും ആ വീട്ടിൽ കുറച്ച് പണികൾ ബാക്കിയുണ്ട്, കുറച്ച് പ്ലംബിംഗ് വർക്കുകൾ, അതുകൂടാതെ ഇലക്ട്രിക്കൽ വർക്കുകൾ, അങ്ങനെയെല്ലാം തന്നെ ബാക്കിയുണ്ട്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ഡിസംബർ 18-ാം തീയതി താമസിക്കാൻ വരാം എന്നുള്ള പ്ലാനോടുകൂടി അവരും ആ ദിവസം ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. ശേഷം ഡിസംബർ 18-ാം തീയതി തൻ്റെ കുട്ടികളെ എല്ലാവരെയും കൂട്ടിയിട്ട് അവർ ആ വീട്ടിലേക്ക് യഥാർത്ഥമായിട്ട് താമസിക്കാനായിട്ട് വരികയാണ്. ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യമില്ലേ, ആരാണോ ഈ വീട്ടിൽ താമസിച്ചത് അവർ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഡിസംബർ 18-ാം തീയതി ഈ ഫാമിലി താമസമാക്കിയ ശേഷമുള്ള 3 ദിവസങ്ങൾ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. വളരെ സാധാരണമായ രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 4-ാമത്തെ ദിവസം ഈ ദമ്പതികൾ അവരുടെ റൂമിൽ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ പുലർച്ചെ 3:15 ആ സമയത്ത് അവർക്ക് അസ്വാഭാവികമായിട്ടുള്ള ചില കാര്യങ്ങൾ തോന്നുകയാണ്. ഈ പുലർച്ചെ 3:15 എന്ന് പറയുന്ന ആ സമയം എന്താണെന്നറിയാമോ? ഇതിനു മുമ്പ് ഡിഫിയോ ഫാമിലി അവിടെ താമസിച്ചിട്ട് ആ ഒരു സമയത്താണ് അവരെല്ലാവരും കൊല്ലപ്പെടുന്നത്. ആ സമയമാണ് 3:15. സോ 3:15 ആ വീട്ടിലെ ഗൃഹസ്ഥനായിട്ടുള്ള ജോർജിന് ചില കാര്യങ്ങൾ ഫീൽ ചെയ്യാണ്. അതായത് അയാൾ കിടക്കുന്നതിൻ്റെ ചുറ്റുമായിട്ട്
തണുപ്പ് കൊണ്ട് പൊതിഞ്ഞ പോലെ. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ചുറ്റും എന്തോ ഒന്ന് ചുറ്റി നടക്കുന്ന ഒരു തോന്നൽ. അത് മാത്രമല്ലാതെ അദ്ദേഹത്തിന് ഉറക്കെ ശബ്ദിക്കാനായിട്ട് കഴിയുന്നില്ല. ഈ തണുപ്പാണെങ്കിൽ ഇങ്ങനെ കൂടി 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 വരുന്നുമുണ്ട്. എന്നാൽ ഈ ഒരു സാഹചര്യം കുറച്ചു നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ആ റൂമിന്റെ ടെമ്പറേച്ചർ പഴയ രീതിയിലേക്ക് വന്നു. ജോർജിന് കിടന്നുറങ്ങാനായിട്ട് പിന്നീട് കഴിയുകയും ചെയ്തു. ഈ സംഭവം പുലർച്ചെ 3:15 നടന്നതുകൊണ്ട് തന്നെ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. പുലർച്ചെ 3 മണി മുതൽ 4 മണി വരെയുള്ള സമയത്താണ് ഇതുപോലുള്ള സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ് കൂടുതൽ ആക്റ്റീവായിട്ട് വരിക എന്നതാണ്. അതായത് അവർക്ക് ഭൂമിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്താണ് അവർ ചെയ്യുക എന്നതാണ്. മനുഷ്യർ നിലനിൽക്കുന്നത് ഒരു ഫിസിക്കൽ വേൾഡിലാണ്, എന്നാൽ ഇതുപോലുള്ള പ്രേതം, പിശാചി എന്നൊക്കെ പറയുന്നത് സൂപ്പർ നാച്ചുറൽ വേൾഡിലാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ലോകവും എപ്പോഴാണ് ദുർബലമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു സമയത്താണ് കാണാൻ കഴിയാത്ത അവർ അവരുടേതായിട്ടുള്ള ചില ചേഷ്ടകളും ചില പ്രവൃത്തികളെല്ലാം തന്നെ ചെയ്തു വരിക. ഇതെല്ലാവർക്കും വിശ്വാസം വരണമെന്നില്ല, എല്ലാവർക്കും എന്നല്ല, ചില ആളുകൾ മാത്രമേ ഇതിനെ വിശ്വസിക്കുള്ളൂ. അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ അയാൾക്ക് അയാളുടേതായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവണം. പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ വിശ്വാസം അനുസരിച്ച് അവർ പറയുന്നതിൽ നിന്നും ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. ഇവിടെ ആദ്യം മരിച്ച ഒരു ഫാമിലി എന്ന് പറഞ്ഞില്ലേ, അവർ കൊല്ലപ്പെട്ടത് 3:15-നാണ്. സോ ഇതുപോലെയുള്ള ശക്തികൾ 3:15 ആ ഒരു സമയത്ത് ഈ വീട്ടിലേക്ക് വന്നിട്ട് ആ വ്യക്തിയോട് ഒരുപക്ഷെ ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറഞ്ഞതാവുമോ എന്നാണ് ഇവർ പറയുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഈ 3:15 മണിക്കാണ് ഇവിടെ ഇതും സംഭവിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. തൊട്ടടുത്ത ദിവസം പുലർച്ചെ 3:15 ഈ വീട്ടിലെ ഗൃഹസ്ഥയായിട്ടുള്ള കാത്തിക്ക് ഒരു കാര്യം, അതൊരു സ്വപ്നമൊന്നുമല്ല, ഒരു വിഷ്വലി ഒരു കാര്യം തോന്നുകയാണ്. അതായത് ഇതിനു മുമ്പ് ഈ വീട്ടിൽ വെച്ച് കുറച്ച് പേര് മരിച്ചു എന്ന് പറഞ്ഞില്ലേ, അവർ ഏതെല്ലാം പൊസിഷനിലാണ് മരിച്ചു കിടന്നത്, എങ്ങനെയാണ് അവർ മരിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിഷ്വലി അവർക്ക് കാണാനായിട്ട് കഴിയുകയാണ്. അതും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇന്ന ഭാഗത്ത് ചെരിഞ്ഞ് കടന്നിട്ടാണ് അവർ കടന്നിരിക്കുന്നത്. അതിലെ ഓരോ വ്യക്തികളും ഏതെല്ലാം ഭാഗത്താണ് കടന്നിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് നേരിട്ട് കാണുക എന്ന പോലെ കാണാനായിട്ട് കഴിയുകയാണ്. ഇങ്ങനെ ഒരു കാര്യം കണ്ട ശേഷം സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും നല്ല പേടിയുണ്ടാവും. എന്തായാലും അവർ കണ്ട കാര്യങ്ങൾ സത്യമാണോ എന്നത് തിരിച്ചറിയുക എന്നതാണ് അടുത്ത കാര്യം. ഇവർ ഇത് തന്നെയാണോ സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മുമ്പ് നടന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് നേരിൽ കണ്ട അല്ലെങ്കിൽ അതിനുശേഷം അവിടെ വന്ന് കണ്ട ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞ അതേ പൊസിഷനിൽ തന്നെയാണ് അവിടെ കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അവിടെയുള്ള എല്ലാവരും പറയുന്നത്. ഇവർ ചോദിച്ച് മനസ്സിലാക്കിയ ആളുകൾ പറയുന്നത്. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, ഒരു ചുമ്മാ തോന്നലല്ല ഉണ്ടായിരിക്കുന്നത്, സംഭവിച്ച സത്യമാണ് അവർ കണ്ടിരിക്കുന്നത്. ഇവിടെ തങ്ങൾക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്ത ഈ കാര്യത്തെ പറ്റിയിട്ട് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നത് ഒരു പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെ കൊലപാതകം നടന്നു എന്ന് ഇവർക്കറിയാമല്ലോ, അതുകൊണ്ട് ഇവർ ഭാവനയിൽ ചില കാര്യങ്ങൾ സൃഷ്ടിച്ച് കാണുന്നതാണ് എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്തും കേത്തി ഇവിടെ കണ്ട ആ വിഷ്വൽസ് അതെങ്ങനെയാണ് കൃത്യമായിട്ട് സംഭവിക്കുക എന്നുള്ള ഒരു സംശയവും പേടിയും ഇവർക്കുണ്ട്. ഇവർക്ക് തോന്നുന്ന വെറും മെന്റലി പ്രശ്നങ്ങൾ മാത്രമല്ല ഇത് എന്ന് അവർ ഉറപ്പിക്കുകയാണ്. ഈ വീടിന്റെ സിറ്റുവേഷൻ ഇതേ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില പ്രവർത്തികൾ കൂടെ ഈ വീട്ടിൽ അരങ്ങേറുകയാണ്. അതായത് ഈ ദമ്പതികൾ ഇവരുടെ മക്കളെ അനാവശ്യമായിട്ട് തല്ലാനായിട്ട് തുടങ്ങുകയാണ്. തല്ലാനായിട്ട് അല്ലെങ്കിൽ ചീത്ത പറയാനായിട്ട് ഇതിനു മുമ്പൊന്നും അവരിങ്ങനെ ചെയ്യാറില്ല. എന്നാൽ ഇപ്പോൾ അവരുടെ ഉള്ളിലെ ആ ഒരു ഫ്രസ്ട്രേഷനും ടെൻഷനും കാര്യങ്ങളെല്ലാം തന്നെ മക്കളോട് അവർ തീർക്കുകയാണ്. ഇതിനെ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എങ്ങനെയാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് ആ വീട്ടിലേക്ക് എൻ്റർ ആവുന്ന ആ സമയത്ത് അവർ ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആ വീട്ടിൽ ആരാണോ താമസിക്കുക അവരുടെ മാനസിക നിലയെ തകിടം മറിക്കുക എന്നതാണ്. അവരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ധൈര്യത്തിൻ്റെ ചെറിയ കണികൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇല്ലാതാക്കും. അതിനുശേഷം ഒരു അസ്വസ്ഥത ആ വീട്ടിൽ അവർ കൊണ്ടുവരും. ഒരു വീട്ടിൽ എല്ലാവർക്കും അസ്വസ്ഥത തോന്നുകയാണ്, ഒരു പേടി തോന്നുകയാണ്, വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് തോന്നുകയാണ് എങ്കിൽ ആ വീടിൻ്റെ ആ ഒരു സാഹചര്യം എല്ലാം തന്നെ മാറിപ്പോവും. ഇങ്ങനെ പോകുന്ന ഈ സമയത്ത് ഈ സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ്, ഈ ഒരു പ്രേതം, പിശാചി എന്ന് പറയുന്ന ഈ ആത്മാവ് എന്ന് പറയുന്ന ഈ സംഭവം ആ വീടിൻ്റെ കൺട്രോൾ എല്ലാം തന്നെ സ്വയമായിട്ട് ഏറ്റെടുക്കും. എന്നിട്ട് ആ വീട്ടിൽ ആരെല്ലാമാണോ ജീവിക്കുന്നത് അവരെന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കുമെന്നാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത്. ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നറിയില്ല, പക്ഷേ ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് ഇതാണ്. ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ട് ജസ്റ്റ് ഒരു 4 ദിവസം ആകുമ്പോഴേക്കും അവരുടെ ആ ഒരു സാഹചര്യം എല്ലാം തന്നെ മാറിപ്പോവുകയാണ്. സമാധാനമില്ലാത്ത അന്തരീക്ഷം വരികയാണ്. അങ്ങനെ ഒരു ദിവസം ഇവരുടെ മകളായിട്ടുള്ള മിസ്സി ടോയ്ലറ്റിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ടോയ്ലറ്റിനുള്ളിൽ കയറിയ ശേഷം ഈ പെൺകുട്ടി നല്ല ശബ്ദത്തിൽ നിലവിളിക്കുകയാണ്. ആ വീട്ടിലെ എല്ലാവരും ആ ഒരു ടോയ്ലറ്റിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് ടോയ്ലറ്റിനുള്ളിലേക്ക് കയറി നോക്കുന്ന സമയത്ത് ടോയ്ലറ്റിനുള്ളിൽ
ഒരു വല്ലാത്തൊരു കറുത്ത നിറത്തിലുള്ള ഒരു ദ്രാവകം. അത് ആ ഒരു ടോയ്ലറ്റിനുള്ളിലെ കാഴ്ച മാത്രമല്ല, അവർ ആ വീട്ടിലെ ബാക്കിയുള്ള ടോയ്ലറ്റിലേക്ക് പോയി നോക്കിയ സമയത്ത് അവിടെ എല്ലാം തന്നെ ഈ രീതിയിൽ കറുത്ത നിറത്തിലുള്ള ഒരു ദ്രാവകം മാത്രമല്ല, ഒരു പ്രത്യേകതരം മണം, മനുഷ്യന്റെ തലയെ മത്ത് പിടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകതരം മണവും അവിടെ എല്ലാം തന്നെ പരക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഡ്രൈനേജിലെ അല്ലെങ്കിൽ പൈപ്പിലെ വല്ല ഇഷ്യൂ ആണോ എന്ന് വിചാരിച്ചിട്ട് അവിടെ എല്ലാം പരിശോധിക്കുന്ന സമയത്ത് അങ്ങനെ യാതൊരു പ്രശ്നവും അവിടെ എവിടെയുമില്ല. പക്ഷെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയുന്നുമില്ല. കറുത്ത രീതിയിലുള്ള ഈ ദ്രാവകം കണ്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് മിസ്സിയുടെ റൂമിലേക്ക് മാതാപിതാക്കൾ പോയി നോക്കുന്ന സമയത്ത് ആ റൂമിൽ എവിടെ നോക്കിയാലും ഈച്ചകളാണ്. ഒരു പ്രത്യേകതരം ഈച്ചകൾ, അതും കട്ടയായ രീതിയിൽ പല ഭാഗത്തു നിന്നും വരികയാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ അറപ്പ് തോന്നും ആ രീതിയിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ സിറ്റുവേഷനെ പാരാനോർമൽ എക്സ്പേർട്സ് പറയുന്ന ഒരു രീതിയുണ്ട്. ഒന്നാമത്തേത് ഹ്യൂമൻ സ്പിരിറ്റ്, രണ്ടാമത്തേത് ഇൻഹ്യൂമൻ സ്പിരിറ്റ്. അതായത് ഹ്യൂമൻ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മരിക്കുന്നു, അയാൾ അതിനുശേഷം ആത്മാവായി പോകുന്നു, അതിനുശേഷം മനുഷ്യരെ ഉപദ്രവിക്കാനായിട്ട് ഓരോ ശബ്ദങ്ങളും അതുപോലെ ഓരോ ചേഷ്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. രണ്ടാമത്തേത് ഇൻഹ്യൂമൻ സ്പിരിറ്റ്, അതായത് സൂപ്പർ നാച്ചുറൽ വേൾഡിൽ നിന്നും വരുന്ന ഒരു മനുഷ്യൻ്റേതല്ലാത്ത ഒരു പിശാചിൻ്റെ രൂപം. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ധൈര്യവും അതുപോലെ അവൻ്റെ ബലവും എല്ലാം തന്നെ കവർന്നെടുത്തിട്ട് അവരുടെ കൺട്രോൾ എല്ലാം തന്നെ സ്വയമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു ഹ്യൂമൻ സ്പിരിറ്റിൻ്റെ കാര്യങ്ങളല്ല, ഇൻഹ്യൂമൻ സ്പിരിറ്റിൻ്റെ കാര്യങ്ങളാണ്. ആ വീട്ടിലുള്ളത് ഒരു മനുഷ്യൻ്റെ, മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ പ്രേതമല്ല, എന്നാൽ സൂപ്പർ നാച്ചുറൽ വേൾഡിൽ നിന്നും വന്ന ഒരു പിശാചിന്റെ പ്രവൃത്തികളാണ് ഇത് എന്നാണ് പാരാനോർമൽ എക്സ്പേർട്സ് പറയുന്നത്. കാര്യങ്ങൾ ഈ രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിലും ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും വലിയൊരു പ്രശ്നമാക്കി എടുക്കാനായിട്ട് കഴിയില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ബാങ്കിൽ നിന്നും വലിയൊരു പണം വായ്പ എടുത്തിട്ടാണ് അവർ ഈ വീട് തന്നെ മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീട് വേണ്ട എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകാനുള്ള സാഹചര്യം ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ താമസിക്കുക എന്നൊരു വഴി മാത്രമേ അവർക്കുള്ളൂ. അങ്ങനെ പ്രശ്നങ്ങളെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട് ക്രിസ്മസ് വന്ന സമയത്ത് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ് ആ ഫാമിലി. ക്രിസ്മസിന് ആവശ്യമായിട്ടുള്ള കേക്കും വൈനും കാര്യങ്ങളെല്ലാം തന്നെ മേടിച്ച്, ക്രിസ്മസ് ട്രീ എല്ലാം തന്നെ മേടിച്ച് അതൊക്കെ അവർ അറേഞ്ച് ചെയ്ത് അത് ആഘോഷിക്കാനായിട്ട് എല്ലാവരും ചേർന്ന് തയ്യാറെടുക്കുകയാണ്. അതിനുശേഷം എന്താണ് സംഭവിക്കുക എന്നത് അവർ മനസ്സിലാക്കാതെ ക്രിസ്മസ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം പുലർച്ചെ 3:15 ജോർജിന് വല്ലാത്തൊരു ശബ്ദം കേൾക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് അയാൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. എന്നിട്ട് കാത് തുളയ്ക്കുന്ന ശബ്ദമാണ്. എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നതെന്ന് വിചാരിച്ചിട്ട് അയാൾ പതിയെ ബെഡിൽ നിന്നും ഇറങ്ങിയിട്ട് ബാൽക്കണിയുടെ ഭാഗത്തേക്ക് പോയി നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ വീടിൻ്റെ വെളിയിലായിട്ട് ഒരു ബോട്ട് ഹൗസ് ഉണ്ട് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ വീടിനോട് ചേർന്നിട്ട് കടലാണ്. അപ്പോൾ കടലിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ബോട്ടാണ് ആ ബോട്ട് ഹൗസിനുള്ളിൽ നിർത്തിയിരിക്കുന്നത്. ആ ബോട്ട് ഹൗസിൻ്റെ വാതിലെല്ലാം തുറന്നു കിടക്കുകയാണ്. കാറ്റിൽ ആ വാതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടയുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ആരാണ് ഈ വാതിൽ തുറന്നത് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പതിയെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ ബോട്ട് ഹൗസിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ബോട്ട് ഹൗസിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് അയാൾ പ്രത്യേകിച്ച് അസ്വാഭാവികമായിട്ടൊന്നും തന്നെ ആ ബോട്ട് ഹൗസിനുള്ളിൽ കണ്ടില്ല. അതിനുള്ളിൽ ബോട്ടുണ്ട്, ജസ്റ്റ് വാതിൽ തുറന്നു കിടക്കുന്നത് മാത്രമാണുള്ളത്. അങ്ങനെ ആ ഒരു വാതിൽ അടച്ച ശേഷം അയാൾ അയാളുടെ വീട്ടിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അയാളുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ അയാളുടെ മകളായിട്ടുള്ള മിസ്സി കിടക്കുന്ന ആ ഒരു ബെഡ്റൂമിൻ്റെ ഭാഗത്തായിട്ട് ഒരു പ്രത്യേകതരം ഭയപ്പെടുത്തുന്ന രൂപം അയാളെ തന്നെ നോക്കി നിൽക്കുന്നതായിട്ട് അയാൾ കാണുകയാണ്. ഒരു കറുത്ത രൂപം. ഉടൻ തന്നെ അയാളുടെ മകളുടെ പേര് വിളിച്ചിട്ട് മിസ്സി മിസ്സി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് നേരെ വീടിൻ്റെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് മിസ്സിയുടെ ബെഡ്റൂമിലേക്ക് പോയി നോക്കുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് അസ്വാഭാവികമായിട്ട് ഒന്നും തന്നെ ഇല്ല. മിസ്സി വളരെ സമാധാനമായിട്ട് കിടന്നുറങ്ങുകയാണ്. അദ്ദേഹം കണ്ട ആ ഒരു രൂപം ആ ഭാഗത്തില്ല. സത്യത്തിൽ ജോർജ് കണ്ടു എന്ന് പറയപ്പെടുന്ന ഈ ഒരു കാര്യം ഒരാളോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് ഇത് വെറും അവിശ്വാസമായിട്ട് മാത്രമേ, ഇത് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ. പക്ഷേ ഇവിടെ ജോർജിൻ്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ജോർജ് പറയുന്നത് ഞാൻ അവിടെ കണ്ടതാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇത് അവസാനം എങ്ങനെയാണ് സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഉറപ്പ് പറയുന്നത് എന്നുള്ളതെല്ലാം തന്നെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അല്ലാതെ ഞാൻ ഇപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ വെറുതെ തോന്നുന്നതായിരിക്കുമെന്ന്. എന്തായാലും മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, തൊട്ടടുത്ത ദിവസം രാവിലെ ജോർജ് തൻ്റെ ഭാര്യയായിട്ടുള്ള കാത്തിയോട് താൻ കണ്ട ഈ ഭീകരമായിട്ടുള്ള കാഴ്ചയെ പറ്റി പറയുകയാണ്. ഇത് കേട്ടപ്പോൾ കാത്തി പറയുന്നത് നമ്മൾ രണ്ടുപേരുടെയും മനസ്സിൽ സൈക്കോളജിക്കലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് തോന്നുന്നതായിരിക്കും, എന്തായാലും ഇതൊന്നും വലുതായിട്ട് കണക്കാക്കണ്ട എന്ന് പറയാണ്. പക്ഷേ ഇത് കേട്ടപാടെ കാത്തിക്ക് തൻ്റെ മകളെ ഒന്ന് പോയി കാണണം, മകൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയണം എന്നൊരു തോന്നൽ വരികയാണ്. അങ്ങനെ കാത്തി നേരെ വീടിന് മുകളിലേക്ക് പോയിട്ട് മകളുള്ള റൂമിലേക്ക് എത്തുകയാണ്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് കാത്തി കാണുന്ന ഒരു കാഴ്ച, മകൾ ആരോടോ
ഒരു ഹ്യൂമനോട് സംസാരിക്കുന്ന പോലെ ഒരു ഭാഗത്തേക്ക് നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വളരെ സീരിയസ് ആയിട്ട്. ചെറിയ കുട്ടിയാണ്, പക്ഷേ ഒരാളോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് നേരം ആ ഒരു കാഴ്ച കണ്ടിട്ട് പെട്ടെന്ന് കാത്തി മകളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ആ മകൾ പറയുന്നത് എൻ്റെ ഫ്രണ്ടിനോടാണ് സംസാരിക്കുന്നത് എന്നാണ്. ഫ്രണ്ടിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ജോഡി എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. എപ്പോൾ മുതലാണ് നിങ്ങൾ തമ്മിൽ പരിചയമെന്ന് ചോദിച്ചപ്പോൾ മിസ്സി എന്ന പേരുള്ള ഇവരുടെ മകളായിട്ടുള്ള ആ പെൺകുട്ടി പറയുന്നത്, ഈ വീട്ടിലേക്ക് താമസം മാറിയ അന്ന് മുതൽ എനിക്ക് ജോഡിയെ അറിയാം, നല്ല രീതിയിൽ അറിയാം, അവൾ ചെറിയ കുട്ടിയാണ് എന്ന് പറയാണ്. അപ്പോൾ ഈ ജോഡിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് മിസ്സി എന്ന് പറയുന്ന ഈ പെൺകുട്ടി പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജോഡി ഒരു മായാജാലക്കാരിയാണ് എന്നാണ്. ചില സമയത്ത് അവളെ കാണുന്ന സമയത്ത് ഭീകരമായിട്ടുള്ള രൂപം പോലെ തോന്നും, വലിയൊരു മനുഷ്യരെ പോലെ തോന്നും. ചിലപ്പോഴെല്ലാം തന്നെ എന്നെ പോലുള്ളൊരു കുട്ടിയാണ് ജോഡി എന്നാണ് മിസ്സി സ്വന്തം അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നത്. മിസ്സി പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് മിസ്സിയുടെ അമ്മ വല്ലാതെ ഭയന്ന് പോയെങ്കിലും മിസ്സിക്ക് അതിൽ പ്രത്യേകിച്ച് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം ജോഡി എന്ന് പറയുന്ന ഈ ഒരു കുട്ടിയെ ഒരുപാട് ഇഷ്ടത്തോടു കൂടിയാണ് മിസ്സി നോക്കി കാണുന്നത്. അതായത് അത് നമ്മളെ ഉപദ്രവിക്കും, അത് മറ്റേതോ ഒരു ജീവിയാണ്, അതൊരു മനുഷ്യനല്ല എന്നൊന്നും മിസ്സിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. മിസ്സിയുടെ ഈ ബിഹേവിയറിനെ പറ്റിയിട്ട് പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ് എന്ന് പറഞ്ഞില്ലേ, അവർ ഒരു വീട്ടിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്കിടയിലേക്ക് വരുന്ന സമയത്ത് അവർ ആദ്യം ഇറങ്ങി ചെല്ലുന്നത് കുട്ടികളുടെ അടുത്തേക്കാണ്. കാര്യം കുട്ടികൾക്ക് ഒരാളെ കാണുന്ന സമയത്ത് ഒരു മനുഷ്യ രൂപത്തെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തെ ആയിക്കോട്ടെ അവരൊരു സംശയത്തോടു കൂടി നോക്കി കാണില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുമായിട്ട് വളരെ പെട്ടെന്ന് അടുത്തിട്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവരുടെ ഈ കുട്ടികളാണ്. കുട്ടികൾക്ക് ശേഷമാണ് ആ വീട്ടിലെ ബാക്കിയുള്ള എല്ലാവരുടെ അരികിലേക്കും ഇത് വ്യാപിക്കുക എന്നാണ് പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പറയുന്നത്. ഇവിടെ കുട്ടികളിൽ പോലും ഇങ്ങനെ അവ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് ഈ ദമ്പതികൾ നേരെ ആദ്യം ഈ വീട്ടിലേക്ക് വന്നൊരു പ്രീസ്റ്റ് ഇല്ലേ, ആ പ്രീസ്റ്റിനെ കോൺടാക്ട് ചെയ്യാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ഈ വീട്ടിലേക്ക് വരാനായിട്ട് പറയാണ്. പക്ഷേ ഇവർ പറഞ്ഞത് കേട്ട ആ പ്രീസ്റ്റ് പറയുന്നത്, ദയവ് ചെയ്ത് ആ വീട്ടിലേക്ക് എന്നെ നിങ്ങൾ വിളിക്കരുത്, ആ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു, ആ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ആപത്തുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അതിലെ ഒരു ആപത്ത് അദ്ദേഹം പറയുന്നത്, എൻ്റെ കയ്യോ കാലും എവിടെയും തട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ ഒരു ദിവസം എൻ്റെ ഉള്ളം കൈയിൻ്റെ ഭാഗത്തായിട്ട് ഒരു വലിയൊരു മുറിവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും ആ ഒരു മുറിവ് കുറയുന്നില്ല. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല, പക്ഷേ ഇങ്ങനൊരു വലിയ മുറിവ് വന്നിട്ടുണ്ട് എന്നാണ്. ഇത് പറഞ്ഞ ശേഷം ആ പ്രീസ്റ്റ് അന്ന് ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് വന്ന ദിവസം എന്താണോ അയാൾ ഫേസ് ചെയ്തത് ആ ഒരു കാര്യം ഈ ദമ്പതികളോട് തുറന്ന് പറയുകയാണ്. ഓൾറെഡി ഈ ദമ്പതികൾ വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രീസ്റ്റ് ഇതുപോലൊരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ആ ദമ്പതികളുടെ പേടി ഇരട്ടിയാവുകയും ചെയ്തു. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും ആ ദമ്പതികൾക്ക് അവരുടെ മക്കളെയും കൂട്ടിയിട്ട് വെളിയിലേക്ക് പോകാൻ വേറൊരു സ്ഥലമില്ല, വേറൊരു ഇടമില്ല. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ജീവിക്കുക എന്നൊരു നിവൃത്തി മാത്രമേ ഉള്ളൂ. അതുകൂടാതെ മാസം തോറും ഇവർക്ക് ലോൺ കെട്ടേണ്ടതുണ്ട്. അപ്പോൾ അവർ അവിടെ തന്നെ ചത്ത് ജീവിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദമ്പതികളും കുട്ടികളും ഈ വീട്ടിലേക്ക് വന്നിട്ട് വെറും 8 ദിവസമായിട്ടേ ഉള്ളൂ. ആ 8 ദിവസം ആവുന്ന സമയത്താണ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോരോ പുതിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ 9-ാം ദിവസം പുലർച്ചെ 3:15 ജോർജ് ഒരു ശബ്ദം കേൾക്കുകയാണ്. കാത് തുളച്ച് കയറുന്നൊരു ശബ്ദം, കാത് പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള ശബ്ദം. ഇങ്ങനെ ഈ ശബ്ദം കേട്ട് സഹിക്കാൻ കഴിയാതെ 2 കാതും ഇങ്ങനെ അടച്ചു പിടിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ അടച്ചു പിടിക്കുന്ന ആ സമയത്ത് തൻ്റെ അടുത്ത് കിടക്കുന്ന ഭാര്യയെ നോക്കുന്ന സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ജോർജിന് മാത്രമാണ് ഈ ശബ്ദം കേൾക്കുന്നത്. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഈ ശബ്ദം അവിടെ ഉണ്ടായിരുന്നു. ഈ ശബ്ദം വരുന്ന അതേ സമയത്ത് തന്നെ ആ വീട്ടിൽ തണുപ്പ് നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തണുപ്പ് പതിയെ കുറയാനായി തുടങ്ങി. ആ ശബ്ദത്തിൻ്റെ തീവ്രത പതിയെ കുറഞ്ഞ് ഇല്ലാതാവാനായി തുടങ്ങി. ദമ്പതികൾ ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ട് 11-ാം ദിവസം കാത്തി ആ വീട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ഭാഗത്ത് ചെന്നിട്ട് ആ വീടിൻ്റെ ഭാഗമെല്ലാം തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ചുമരിൻ്റെ ഒരു ഭാഗത്ത് എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ കൈ ഇങ്ങനെ നമ്മൾ ചാഞ്ഞ് പ്രഷർ ചെയ്ത് വെക്കില്ലേ, അങ്ങനെ വെക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് അത് മൂവായിട്ട് ഉള്ളിലേക്ക് പോവുകയാണ്. അതായത് അവർ വെച്ചിരിക്കുന്നത് ഒരു വാതിലിൻ്റെ ഭാഗത്താണ്. അവിടെ അങ്ങനെ ഒരു വാതിലുള്ള കാര്യം കാത്തി മുമ്പ് കണ്ടിട്ടേ ഇല്ല. അതായത് കാണുന്ന സമയത്ത് അത് വാതിലാണെന്ന് പെട്ടെന്ന് തോന്നില്ല. ഓക്കെ, അതൊരു റൂമാണ് അല്ലെങ്കിൽ അടിയിലുള്ള റൂം പോലുള്ളൊരു സംഭവമാണ് എന്ന് വിചാരിച്ചിട്ട് ആ വാതിലിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കുന്ന സമയത്ത് ആ വാതിലിൻ്റെ ഉള്ളിലെ ആ റൂമിൻ്റെ ഭാഗമെല്ലാം തന്നെ റെഡ് കളറിലാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത്. അതിനുള്ളിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് അസ്വാഭാവികതകൾ കാത്തിക്ക് തോന്നുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പിക്കിലെ ഇത് ശരിക്കും യൂട്യൂബിലെ ഒരു വീഡിയോ ആണ്. അതായത് ആ വീട്ടിനുള്ളിലെ ചുമര് കാണിക്കുന്ന ഒരു ഭാഗമാണ്. അവർ ഇങ്ങനെ പോയിട്ട് ഈ ഭാഗം എത്തുമ്പോൾ ഒരു വാതിൽ പോലെ തോന്നുകയാണ്. അതിനുള്ളിൽ റെഡ് കളറിൽ പെയിൻ്റ് അടിച്ചിട്ട് ഒരു റൂം, ഒരു അണ്ടർഗ്രൗണ്ട് പോലെ. ഓൾറെഡി ഈ ദമ്പതികൾ പേടിയുടെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇതുപോലൊരു റൂമിൻ്റെ കാര്യം കൂടെ വരുന്നത്. എന്തായാലും ഈ റൂമിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു നായയുണ്ട്. ആ നായയും കൂട്ടിയിട്ട് ഈ റൂമിനുള്ളിലേക്ക് പോവുകയാണ്. പക്ഷേ റൂമിൻ്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് നായയും കൊണ്ട് കയറാൻ ശ്രമിക്കുന്ന ആ സമയത്ത് റൂമിനുള്ളിൽ നിന്നും
ദുർഗന്ധം ഹെവിയായിട്ട് വെളിയിലേക്ക് വരികയാണ്. അത് മാത്രമല്ല, അതൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നായ ഈ റൂമിനുള്ളിലേക്ക് കയറുന്നേ ഇല്ല. ഇവർ കയറ്റാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നായ പേടിച്ചിട്ട് വീണ്ടും വെളിയിലേക്ക് വന്ന് നിൽക്കുകയാണ്. എന്തായാലും ഈ റൂമിനുള്ളിൽ എന്തോ ഒരു അമാനുഷികത്വം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർ ആ റൂമിൻ്റെ വാതിൽ തന്നെ അടച്ച് പൂട്ടിയിട്ട് വെക്കുകയാണ്, ഇനി ആരും ഇതിനുള്ളിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇതിനുശേഷം ഈ ദമ്പതികൾ ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. ഇവർക്ക് ജോ ആൻഡ് മിമി എന്ന പേരുള്ള മറ്റൊരു കപ്പിളിനെ അറിയാം. ഇവരുടെ അടുത്ത സുഹൃത്തുക്കളാണ്. ഈ കപ്പിൾസിനോട് ഇവരുടെ വീട്ടിൽ നടക്കുന്ന ഈ കാര്യത്തെ പറ്റിയിട്ട് പറയുകയാണ്. പക്ഷേ ഇത് കേട്ടപ്പോൾ അവരാരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ആരും അങ്ങനെ നോർമലി വിശ്വസിക്കില്ല. എന്തായാലും അവർ പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു രാത്രി മുഴുവനായിട്ട് താമസിച്ചാൽ മാത്രമേ ഞങ്ങൾക്കത് വിശ്വാസമാവുള്ളൂ, ഞങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഈ കപ്പിൾസ് പറയുകയാണ്. അങ്ങനെ ഈ കപ്പിൾസിനെ ആ വീട്ടിലേക്ക് താമസിക്കാനായിട്ട് അയക്കുകയാണ്. പക്ഷേ ഇവർ ഒരു രാത്രി മുഴുവൻ, അതായത് പുലർച്ചെ 3:15 അടങ്ങുന്ന ആ സമയം മുഴുവൻ താമസിക്കാനായിട്ട് വിട്ട ശേഷവും അവർക്ക് യാതൊരു കുഴപ്പമില്ല, അസ്വാഭാവികമായിട്ടൊന്നും തന്നെ അവർക്ക് തോന്നിയതുമില്ല. ഇതിനുശേഷം ഈ ദമ്പതികൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. കാര്യം ഇവരെ മാത്രമാണ് ഈ പറയുന്ന സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പ്രേതത്തെ ഒഴിപ്പിക്കുന്ന ആളുകളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഇവർ ഓൾറെഡി വിളിച്ച പ്രീസ്റ്റ് പോലും ഈ വീട്ടിലേക്ക് വരാനായിട്ട് തയ്യാറാവുന്നില്ല. ഇനി നമുക്ക് തന്നെ ഇത് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഹോളി വാട്ടർ എടുത്ത്, ഒരു ബൈബിൾ എടുത്ത്, അതുപോലെ തന്നെ ജപമാല എടുത്ത് ഇവർ റൂമിലേക്കെല്ലാം തന്നെ കയറിയിട്ട് തെളിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. ബൈബിളിൽ സാത്താനെ ഇല്ലായ്മ ചെയ്യാനുള്ള ചില മന്ത്രങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു. ആ ഒരു മന്ത്രങ്ങൾ പറഞ്ഞിട്ട് ആ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഓരോരോ മുക്കിലും മൂലയിലും പോയിട്ട് ഇങ്ങനെ ഈ മന്ത്രങ്ങൾ പറഞ്ഞ് ജപമാല കയ്യിലെടുത്ത് ഈ ഹോളി വാട്ടർ ഇങ്ങനെ തെളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീട്ടിലെ 2 ഭാഗത്താണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത്. ഈ 2 ഭാഗം എന്ന് പറയുമ്പോൾ, ഒന്നാമത്തേത് മുകളിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്ന ആ സ്റ്റെയർ കേസ്, അതിൻ്റെ ലാൻഡിങ് സ്പേസ്, അവിടെ എത്തുന്ന സമയത്ത് എന്തെങ്കിലും അസ്വാഭാവികതകൾ ഉണ്ടാവും. അങ്ങനെ ഇവർ ആ സ്റ്റെപ്പ് കയറിയിട്ട് ലാൻഡിങ് സ്പേസിലേക്ക് എത്തുന്ന സമയത്ത് കാറ്റ് വന്നിട്ട് അതിശക്തമായിട്ട് നമ്മളെ തള്ളിയാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ പുറകിലോട്ട് പോകും. ആ ഒരു അവസ്ഥ അവർക്ക് 2 പേർക്കും ഫീൽ ചെയ്യാണ്. എന്തായാലും അവർ എന്നിട്ടും ഈ പറയുന്ന ഒരു ഹോളി വാട്ടർ അവിടെ തെളിച്ച് വീണ്ടും മുമ്പിലേക്ക് കയറി പോവുകയാണ്. അതിനുശേഷം ആ വീട്ടിലെ ആ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ആ ഒരു റൂം, കോർണറിലുള്ളൊരു റൂമുണ്ട്. ആ റൂമിലും ഇതുപോലുള്ള അസാമാന്യമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അവിടേക്കും പോയിട്ട് ഇതേ രീതിയിൽ ഹോളി വാട്ടർ തെളിച്ചിട്ട് സാത്താൻ വെളിയിലേക്ക് പോകുന്ന രീതിയിലുള്ള മന്ത്രങ്ങളെല്ലാം തന്നെ ശക്തമായിട്ട് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവൃത്തി ആ കോർണറിലെ റൂമിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുവരെ അവർ ഓരോ വിഷ്വൽസ് ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഒരു ശബ്ദം അവർ കേൾക്കുകയാണ്. അതായത് ഈ പ്രവൃത്തി നിങ്ങൾ ഇപ്പോൾ തന്നെ നിർത്തുന്നതാണ് നല്ലത് എന്ന രീതിയിലുള്ളൊരു ശബ്ദമാണ് അവർ കേട്ടിട്ടുണ്ടായിരുന്നത്. അവരത് കേട്ടിട്ടും വീണ്ടും ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്ന സമയത്ത് ഇനിയും നിങ്ങൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നല്ല ഉച്ചത്തിലൊരു ശബ്ദം കൂടെ കേൾക്കുകയാണ്. ഇതുകൂടെ കേട്ടപ്പോൾ അവരുടെ ധൈര്യം എല്ലാം തന്നെ കയ്യിൽ നിന്ന് പോയി. അവർ പെട്ടെന്ന് കയ്യിലുള്ള സാധനമെല്ലാം മുറുകെ പിടിച്ചിട്ട് വേഗം താഴേക്ക് ഇറങ്ങിയിട്ട് ആ വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഓടി പോവുകയാണ്. പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഈ ആക്ടിവിറ്റീനെ പറയുന്നൊരു കാര്യമുണ്ട്. ആദ്യം ഈ സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ് വന്നിട്ട് ചെറിയ രീതിയിലുള്ള ഭയപ്പെടുത്തലുകളും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കും. കുട്ടികളിൽ അധികമായിട്ടുള്ള സാന്നിധ്യം ചെലുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനെല്ലാം ശേഷം നമ്മൾ അവരെ എതിർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ശബ്ദം എന്ന രൂപത്തിൽ അവർ നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അതും കഴിഞ്ഞിട്ട് പിന്നെ അവർ പ്രവർത്തിക്കുകയായിരിക്കും ചെയ്യുക എന്നതാണ് പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പറയുന്നത്. അതെ, ഇതിന് ശേഷം ഇനി പ്രവൃത്തിയാണ്. ഈ ദമ്പതികൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് 28ാമത്തെ ദിവസം, അതാണ് ഇവർ ഈ വീട്ടിലിരിക്കുന്നതിൻ്റെ അവസാനത്തെ ദിവസം. ആ ദിവസം പുലർച്ചെ 3:15. ആ സമയത്ത് ജോർജിന് ഉറങ്ങാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഈ ഒരു പെർട്ടിക്കുലർ സമയത്താണല്ലോ ഓരോരോ ശക്തികൾ അവിടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ണ് വീഴ്ച നിൽക്കുകയാണ്. പെട്ടെന്നാണ് അദ്ദേഹം പുതപ്പ് മൂടിയിട്ടാണ് കിടക്കുന്നത്. ആ ഒരു പുതപ്പ് തൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്നത് അയാൾ അറിയുന്നത്. അതെ, എന്തോ ഒരു ശക്തി ഈ റൂമിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് അയാൾ മനസ്സിലാക്കി. പക്ഷേ അയാളുടെ കയ്യും കാലും ഉയർത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് കയ്യും കാലും അനക്കാനായിട്ട് കഴിയുന്നില്ല. അത് മാത്രമല്ലാതെ വെളിയിൽ നിന്നും, അദ്ദേഹം ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്, വെളിയിൽ നിന്നും ഒരു ശബ്ദം മുകളിലേക്ക് നടന്ന് കയറി വരുന്നതിൻ്റെ ശബ്ദം അദ്ദേഹത്തിന് നല്ല രീതിയിൽ കേൾക്കാം. അതായത് അടുത്തേക്ക് വരുന്നത് പോലെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ശബ്ദം ഇങ്ങനെ അടുത്തേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു പേടി ഉള്ളിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും എണിച്ച് പോകണം അല്ലെങ്കിൽ എണിച്ച് ഓടിപ്പോകണം എന്ന് വിചാരിക്കും. പക്ഷേ അതിനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഈ ശബ്ദം വന്ന് അടുത്തേക്ക് എത്തിയ ആ സമയത്ത് അയാൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അടുത്ത് കിടക്കുന്ന ഭാര്യയെ നോക്കുമ്പോൾ ഭാര്യയെ കിടക്കുന്ന സ്ഥലത്ത് കാണാനില്ല. അപ്പോൾ എവിടെ ഭാര്യ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഭാര്യ മറ്റൊരു ഭാഗത്തായിട്ട് ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന അവസ്ഥയിൽ തന്നെ, പക്ഷേ പൊങ്ങിയിട്ട് ഇങ്ങനെ എയറിൽ കിടക്കുകയാണ്. ഇനി വാതിലിൻ്റെ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്തോ ഒരു കറുത്ത രൂപം അയാൾ കരികിലേക്ക് നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രൂപം അയാളുടെ കാലിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്.
എന്താണ് തനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാവുന്നേ ഇല്ല. എന്തായാലും ഒരു 10 മിനിറ്റിന് ശേഷം അയാൾ കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് അസ്വാഭാവികമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. തൻ്റെ ഭാര്യ തൻ്റെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ അയാൾ നന്നായി വേർത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു, നന്നായി പേടിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ തൊണ്ടയെല്ലാം തന്നെ വറ്റി വരഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞാനിപ്പോൾ പറയുന്ന ഈ കാര്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇത് ഒരുപാട് സിനിമകളിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. പക്ഷേ ഞാനും അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരാൾ അയാളുടെ അനുഭവങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് അത് പ്രൂവ് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. അവസാനം ഭയാനകമായ ഈ അവസ്ഥ കഴിഞ്ഞ് രാവിലെ 9 മണിക്ക് കാര്യങ്ങളെല്ലാം നോർമലായിട്ട് പോകുന്ന ആ സമയത്ത് ഈ വീട്ടുകാർ, ഈ ദമ്പതികൾ ആദ്യത്തെ ആ പ്രീസ്റ്റിനെ വീണ്ടും വിളിക്കുകയാണ്. എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ പ്രീസ്റ്റ് പറഞ്ഞു, ആ വീട് അത് നിങ്ങൾക്കുള്ളതല്ല, അത് പ്രേതങ്ങളുടെ വീടാണ്. എന്തായാലും നിങ്ങൾ അവിടെ നിന്ന് പോയേ പറ്റൂ. നിങ്ങൾ പണത്തിൻ്റെ നഷ്ടമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വഴിയില്ല എന്നൊന്നും ചിന്തിക്കരുത്. അവിടെ നിന്ന് നിങ്ങൾ പോയില്ല എങ്കിൽ ഒരു പക്ഷേ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും ഒരു പക്ഷേ നിങ്ങളിൽ ആരുടെയെങ്കിലും ജീവൻ വരെ നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുകയാണ്. ഇതുകൂടെ കേട്ടപ്പോൾ ആ ദമ്പതികൾക്ക് പിന്നെ മറ്റൊന്നും ചിന്തിക്കാൻ ഉണ്ടായിരുന്നില്ല. അവർ ആ വീട്ടിൽ നിന്നും ഇറങ്ങാനായിട്ട് തീരുമാനിക്കുന്നു. ആ വീട്ടിലേക്ക് വന്നിട്ട് 28 ദിവസം മാത്രമാണ് ആ വീട്ടിൽ അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. 28 ദിവസങ്ങൾക്ക് ശേഷം അവരെല്ലാവരും ആ വീട്ടിൽ നിന്നും പോവുകയാണ്. വീട് വേണ്ടാന്ന് വെച്ചിട്ട് അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് ഒരു വാനിൽ കയറി പോകുന്ന സമയത്തും അവർക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ആ വാനിൻ്റെ പുറകിലത്തെ ആ ഒരു ഡോർ ഉണ്ടല്ലോ, അത് വെറുതെ ഇങ്ങനെ ശക്തമായിട്ട് അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഡ്രൈവറോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയുന്നത് എനിക്കും അത് മനസ്സിലാവുന്നില്ല എന്നാണ്. സോ ഈ ഒരു അനുഭവം കൂടെ അവർക്കുണ്ടായിരുന്നു. കാത്തിയുടെ അമ്മയുടെ വീട്ടിലേക്കാണ് ഇവർ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ വീട്ടിലെത്തിയിട്ടും ഇവർക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. കാര്യം മാസം മാസം പണം ബാങ്കിൽ അടയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം, എന്നിട്ട് ഈ ശല്യമെല്ലാം ഒഴിവാക്കണമെന്ന് അവർ തീരുമാനിക്കുകയാണ്. ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്തുവെങ്കിലും അവർക്കെല്ലാം പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അവരെല്ലാം ഒരുപാട് ലോങ് ടൈം, അതായത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഈ ഡേറ്റിന് വരാമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ ദമ്പതികൾക്ക് അതൊട്ടും അനുയോജ്യമായിട്ടുള്ള സമയമല്ല, ഒരുപാട് നീണ്ടു പോയിട്ടുള്ളൊരു സമയമാണ്. കാര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദമ്പതികൾ ഒരാളെ കാണുകയാണ്. അത് മറ്റാരുമല്ല, ഈ വീട്ടിലെ ഇതിനു മുമ്പ് താമസിച്ച ആ ഫാമിലിയിലെ എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു വ്യക്തിയില്ലേ, ഒരു 23 വയസ്സുകാരൻ. അവൻ്റെ വക്കീലിനെ കാണുകയാണ്. അവൻ്റെ വക്കീലിനെ കണ്ടിട്ട് ഇങ്ങനെയുള്ളൊരു കാര്യം എല്ലാം തന്നെ പറയുകയാണ്. ഞങ്ങൾ ആ വീട്ടിൽ താമസം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുപോലുള്ള അനുഭവങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഈ വക്കീലിനോട് തുറന്നു പറയുന്നു. ഇവർ പറഞ്ഞത് കേട്ട ആ വക്കീൽ ചിന്തിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. ഇവരുടെ ഈ മൊഴിയെല്ലാം തന്നെ റെക്കോർഡ് ചെയ്തിട്ട് കോടതിയിൽ പോയി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവന് ലഭിച്ചിട്ടുള്ള ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവന് വേണ്ടിയിട്ട്, ഈ പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ കാര്യവും കോടതിയിൽ വന്ന് പറയുമോ, അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഫാമിലിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ഇത് കേട്ടപ്പോൾ ആ ഫാമിലിക്ക് എന്തോ ഒരു കെണിയായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ആ വക്കീലുമായിട്ടുള്ള ആക്ടിവിറ്റി വേണ്ട എന്ന് വിചാരിച്ചിട്ട് അവർ പാരാനോർമൽ ആക്ടിവിറ്റീസിനെ കോൺടാക്ട് ചെയ്യാൻ വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. ഇവർ തുടർന്നും പാരാനോർമൽ എക്സ്പേർട്സിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ ഈ പറയുന്ന വക്കീലിനെ പോയി ചെന്ന് കണ്ട് സംസാരിച്ചത് ഒരാൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. പക്ഷേ ഈ ഒരു കാര്യം അവിടെയുള്ള ചില ന്യൂസ് ചാനലുകളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം ഈ വീട്ടിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചില ന്യൂസുകളെല്ലാം തന്നെ ആ ഭാഗത്ത് സ്പ്രെഡ് ആവുന്നത്. ഇതുപോലൊരു കാര്യം ഒരു വാർത്ത എന്ന രീതിയിൽ സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ ന്യൂസ് 5 എന്ന പേരുള്ള ഒരു ചാനലിലെ ഒരു റിപ്പോർട്ടർ ഉണ്ട്, ലാറ എന്നാണ് പേര്. ആ റിപ്പോർട്ടർ ഈ ദമ്പതികളെ വന്ന് കാണുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു പാരാനോർമൽ എക്സ്പേർട്സിനെ കാണാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. അതായത് നല്ലൊരു എക്സ്പേർട്ടിനെ തന്നെ ഞാൻ കണ്ടെത്തി തരാം, അതും എൻ്റെ ചിലവിൽ. പക്ഷേ അയാൾ എന്താണോ പറയുന്നത്, നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, അതെല്ലാം തന്നെ ക്യാപ്ചർ ചെയ്യാനുള്ള, വീഡിയോ ആക്കാനുള്ള, ന്യൂസായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് നിങ്ങൾ തന്നാൽ മാത്രം മതി എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ആ ദമ്പതികൾക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. കാര്യം ഇവർ തന്നെ എല്ലാ ചിലവുകളും ഏറ്റെടുക്കാമല്ലോ, ഇവർക്കില്ലാത്തത് പണമാണ്. അങ്ങനെ ലാറ എന്ന് പേരുള്ള ഈ സ്ത്രീ ഒരു പാരാനോർമൽ എക്സ്പേർട്ടിനെ കണ്ടെത്തുകയാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള പാരാനോർമൽ എക്സ്പേർട്സ് ആണ് എഡും ലൊറൈനും. ഒരു പക്ഷേ നിങ്ങൾ ഇവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതായത് കോഞ്ചറിങ് എന്ന പേരുള്ള ആ ഒരു ഹൊറർ സിനിമയില്ലേ, അതിൽ ഇവർ 2 പേർ വരുന്നു എന്ന രീതിയിലാണ് മറ്റ് 2 പേരെ അതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആ കഥാപാത്രത്തിൽ യഥാർത്ഥത്തിൽ ഇവരാണ്. ഇവർ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഒരു പക്ഷേ നിങ്ങൾ ഇവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എഡും ലൊറൈനും ഈ രീതിയിൽ നിരവധി ഫാമിലികളെ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട്, അവർക്ക് നല്ലൊരു ജീവിതം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫാമിലിക്കും ഒരു പ്രതീക്ഷ വരികയാണ്. കാര്യം ഇവർ ഇത്രയും ഫേമസ് ആണല്ലോ. ലാറ എന്ന ന്യൂസ് ചാനലിലെ റിപ്പോർട്ടർ എഡിനെയും ലൊറൈനെയും കോൺടാക്ട് ചെയ്യാണ്. എന്നിട്ട് അവരോട് പറയാണ്, ഇങ്ങനൊരു ഗ്രാമത്ത് ഒരു വീടുണ്ട്, ആ വീട്ടിൽ ഒരുപാട് അസ്വാഭാവികങ്ങൾ നടക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെ ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഇതൊന്ന് സോൾവ് ചെയ്ത് തരണം, അവരുടെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കണം എന്നുള്ള
എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അവസാനം എഡും ലൊറൈനും അത് സമ്മതിച്ചു, ഞങ്ങൾ വരാമെന്ന് സമ്മതിക്കുകയാണ്. ഫെബ്രുവരി മാസം 1975 എഡും ലൊറൈനും ആ വീട്ടിനുള്ളിലേക്ക് പോകുന്നത്. ആരെല്ലാമാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്, ലൊറൈൻ, പിന്നെ അതുകൂടാതെ ആ ന്യൂസ് ചാനലിലെ ആ റിപ്പോർട്ടർ എന്ന് പറഞ്ഞില്ലേ അവർ, അവരുടെ ക്യാമറമാൻ, അതുകൂടാതെ ലൈറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള കുറച്ച് ആളുകളാണ് ആ വീട്ടിനുള്ളിലേക്ക് പോയത്. എന്നാൽ ആ വീട്ടിൽ മുമ്പ് താമസിച്ചിട്ടുണ്ടായിരുന്ന ജോർജിനോട് നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് അത്രയും പേടിയാണ്. ഞാൻ എന്തായാലും ഇല്ല, നിങ്ങൾ പോയി നോക്കൂ എന്നാണ് ജോർജ് പറയുന്നത്. പുലർച്ചെ 3:15 കൂടിയാണ് ആ വീട്ടിൽ അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാറുള്ളത്. ഇവർ രാത്രിയിലാണ് ആ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ 3:15 ആവുന്ന ആ ഒരു സമയത്ത് എന്തായാലും വെയിറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് രാത്രി 11 മണിയോട് കൂടി ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അവർ ആ വീട്ടിനുള്ളിലേക്ക് കയറിയിട്ട് ആ വീട്ടിലെ ഓരോ റൂമിലേക്കും പോയി നോക്കുന്ന സമയത്ത് അസ്വാഭാവികമായിട്ടൊന്നും തന്നെ അവർക്ക് തോന്നിയില്ല. സാധാരണ രീതിയിൽ എങ്ങനെയെല്ലാമാണോ വീട്ടിൽ കാര്യങ്ങളെല്ലാം ഉണ്ടാവുക അതെല്ലാം ആ രീതിയിൽ തന്നെ അടുക്കി വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രസൻസ് അവർക്ക് അതിൽ നിന്നും ഫീൽ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഇതുവരെ അവർ ആ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പെട്ടെന്ന് ലൊറൈൻ എഡിനോട് പറയുകയാണ്, ഞാൻ എന്തായാലും മുകളിലേക്ക് പോയി നോക്കാം, നിങ്ങൾ എന്തായാലും താഴെ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ലൊറൈൻ ആ വീടിൻ്റെ സ്റ്റെയർ കേസ് കയറാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് ആ സ്റ്റെയർ കേസ് കയറിയിട്ട് ലാൻഡിങ് സ്ഥലത്താണ് ഈ പറയുന്ന ഒരു പ്രത്യേക ശക്തി ഉള്ളത് എന്നാണ് വിശ്വാസം. എന്തായാലും ലൊറൈൻ ആ ഒരു ലാൻഡിങ്ങിലേക്ക് എത്തിയ സമയത്ത് ലൊറൈന് അതിശക്തമായിട്ടുള്ള തലവേദന അനുഭവപ്പെടുകയാണ്. താങ്ങാൻ കഴിയാത്ത തലവേദന. പെട്ടെന്ന് ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്തത് കൊണ്ട് തന്നെ ലൊറൈന് കാര്യം മനസ്സിലായി, ഇവിടെ എന്തോ അമാനുഷിക ശക്തി ഉണ്ട് എന്ന്. പക്ഷെ ഒന്നുകൂടെ മനസ്സിലായിട്ടുണ്ടായിരുന്നു, ഇവർ മുമ്പ് ഡീൽ ചെയ്ത കാര്യങ്ങൾ പോലെയല്ല, അതിശക്തമായിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് ഇവിടെ ഉള്ളത് എന്നും ലൊറൈന് വ്യക്തമായി. ലൊറൈൻ ആ സ്റ്റെയർ കേസിന്റെ ലാൻഡിങ്ങിലേക്ക് എത്തിയപ്പോൾ അവർക്ക് തലവേദന വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതൊരു തലവേദന മാത്രമായിരുന്നില്ല, ഒരു പ്രത്യേകതരം തണുപ്പും അവരിലേക്ക് എത്തിച്ചേരുന്നുണ്ടായിരുന്നു. എന്തായാലും ലൊറൈൻ ഈ ഒരു കാര്യം എഡിനോടും പറഞ്ഞു. താഴേക്ക് പോയിട്ട് എഡിനോട് ഈ കാര്യം പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഈ സ്ഥലത്തേക്ക് എത്തി. അവിടെ നിന്ന് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയിട്ട് ആ കോർണറിലായിട്ട് ഒരു റൂം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിനുള്ളിലേക്ക് പോവുകയാണ്. അതിനുള്ളിലേക്ക് പോയ അവർ രണ്ടുപേർക്കും കാര്യം വളരെ വ്യക്തമായി, ഇവിടെ ഇവർക്ക് താങ്ങാൻ കഴിയാത്ത, ഇവർക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമാണ് ഉള്ളത് എന്ന്. കാര്യം ഒരു പ്രത്യേക തരത്തിലുള്ള ബ്ലാക്ക് കളറിലുള്ള ഒരു രൂപം അതിനുള്ളിൽ കണ്ടു എന്നാണ് പറയുന്നത്. അതുകൂടാതെ അമാനുഷിക ശക്തികളുടെ പ്രസൻസ് നല്ല രീതിയിൽ ഹെവി ആയിട്ട് അവർക്ക് ആ റൂമിനുള്ളിൽ ഫീൽ ചെയ്യാനായി തുടങ്ങി. ഒരുപാട് പ്രേതങ്ങളെ, അമാനുഷിക ശക്തികളെ ഒഴിപ്പിച്ചിട്ടുള്ള എഡും ലൊറൈനും വളരെ പെട്ടെന്ന് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനായിട്ട് കഴിയില്ല. സത്യമായിട്ടും ഇതിനുള്ളിലുള്ളത്, ഇതിനു മുമ്പ് ഒരു കൂട്ടക്കൊലപാതകം നടന്നു എന്ന് പറഞ്ഞില്ലേ, അതിലെ ആ മരിച്ച ആരുടെയും ആത്മാവല്ല, അതിലുപരിയായിട്ട് മറ്റെന്തോ ഒരു ശക്തിയാണ് അതിനുള്ളിലുള്ളത് എന്നാണ്. അതായത് ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ശക്തി. ഫൈനലി എഡും ലൊറൈനും അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തുകയാണ്, ഈ വീട്ടിൽ ഏത് ശക്തിയാണോ ഉള്ളത്, അവരുടെ ആവശ്യം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ വീട്ടിലിരിക്കുന്നത് എന്ന് അറിഞ്ഞാൽ മാത്രമേ അവരെ ഇവിടെ നിന്നും ഒഴിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, അവരുമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. അതിന് അവരെ കൂടെ തീരുമാനിക്കണം. ആത്മാക്കളോട് ഇങ്ങനെ സംസാരിക്കുന്നതിനെ പറയുന്ന പേര് സിയാൻസ് എന്നാണ്. അതായത് ചില വിഷ്വൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കൈയെല്ലാം തന്നെ ഇങ്ങനെ വെച്ചിട്ട് മെഴുകുതിരി എല്ലാം തന്നെ കത്തിച്ച് വെച്ചിട്ട് സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. പക്ഷേ ഇത് വളരെ റിസ്ക് പിടിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ആർക്കും എന്തും സംഭവിക്കാം എന്ന രീതിയിലുള്ളൊരു കാര്യമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊരു എക്സോസിസം പരിപാടിയല്ല, ഇത് ആത്മാക്കളോട് സംസാരിക്കുന്ന ഒരു പ്രത്യേകതരം പരിപാടിയാണ് കേട്ടോ, അല്ലാണ്ട് എക്സോസിസം അല്ല. എന്തായാലും ഈ ഒരു പരിപാടി ചെയ്യാം, എന്നിട്ട് ഈ ശക്തിയോട് സംസാരിക്കാം എന്ന് എല്ലാവരും ചേർന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ ഒരു പരിപാടി ചെയ്യാനായിട്ട് 1, 2, 3, 4 ആളുകൾ മാത്രം പോരാ, ഒരുപാട് ആളുകൾ വേണം. ഏകദേശം 20-ൽ കൂടുതൽ വരുന്ന ആളുകളും പിന്നെ ഈ പറയുന്ന എഡും ലൊറൈനും ചേർന്ന് ഈ വീട്ടിനുള്ളിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഈ പ്രവൃത്തി ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷേ ഇവർ ഈ പറയുന്ന പ്രവൃത്തിയുടെ സാഹചര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു കാര്യം ഫീൽ ചെയ്തു, ഈ ശക്തിക്ക് ഇവരോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. മാർച്ച് മാസം 1975 ഇവരിങ്ങനെ ഇത് ചെയ്യാനായിട്ട് ആ വീട്ടിലേക്ക് പോകുന്നത്. എന്തായാലും ആദ്യം ഈ പറയുന്ന ശക്തിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് മനസ്സിലായല്ലോ. അതിനുശേഷം അവർ വീടിൻ്റെ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവർ ആ വീടിൻ്റെ ഓരോരോ പോർഷനിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. അതായത് 1, 2, 3 ഭാഗത്താണ് ഈ ശക്തി ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞ പോലെ സ്റ്റെയറിൻ്റെ ആ ഒരു ലാൻഡിങ് സ്ഥലത്ത്, അതുകൂടാതെ ഫസ്റ്റ് ഫ്ലോറിലെ കോർണറിലുള്ള ആ ബെഡ്റൂമിൻ്റെ ഭാഗത്ത്. അങ്ങനെ ഈ പറയുന്ന ഫസ്റ്റ് ഫ്ലോറിലുള്ള കോർണറിലെ ബെഡ്റൂമിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കുന്ന സമയത്ത് അവിടെ യഥാർത്ഥമായിട്ട് ഒരുപാട് ഈ പ്രസൻസ് ഉള്ളൊരു സ്ഥലം തന്നെയാണ്. അങ്ങനെ ഇവരവിടെ പോയി ഈ പ്രവൃത്തി ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ അതിശക്തമായ ഒരു പ്രത്യേകതരം രൂപം ഇവർ കാണുകയാണ്. അതും സാധാരണ രീതിയിൽ കാണുകയല്ല, ആ രൂപത്തിന് ഇവരോട് വല്ലാത്തൊരു ദേഷ്യമുള്ള പോലെയാണ് അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ലാതെ അതിൻ്റെ എതിർപ്പ് നല്ല രീതിയിൽ ഇത് പ്രകടിപ്പിക്കുകയാണ്.
അവർ പേടിച്ചുകൊണ്ട് ഓടി ഈ പറഞ്ഞ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വന്ന സമയത്ത് ഇവരുടെ കൂടെ ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നു. അയാൾ ഈ ലാൻഡിങ്ങിൻ്റെ ഭാഗത്ത് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾക്ക് അയാളുടെ ഹൃദയം നിൽക്കുന്നത് പോലെ തോന്നിയിട്ട് മറിഞ്ഞു വീഴുകയാണ്. ഇതിൽ നിന്നും ആ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന 20 പേരും, എഡും ലോറൈനും അടക്കമുള്ള 20 പേരും ഒരു കാര്യം തീരുമാനിച്ചു. ഈ പറയുന്ന ഫോഴ്സസിന് ഇതിന് നമ്മളോട് സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല, അവർ നമ്മളെ റിജക്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് തീരുമാനിക്കുകയാണ്. എഡും ലോറൈനും ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരുപാട് കേസുകൾ ഞങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഒരെണ്ണം ഞങ്ങൾ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നാണ് ഈ ഫേമസ് ആയിട്ടുള്ള ഇവർ 2 പേരും പറയുന്നത്. എഡും ലോറൈനും പിന്നെ അവരുടെ സംഘവും ഇങ്ങനൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്ത ശേഷം തൊട്ടടുത്ത ദിവസം ആ വീട്ടിലെ യഥാർത്ഥ ഉടമസ്ഥാവകാശികൾ, അതായത് ജോർജും ജോർജിൻ്റെ ഭാര്യയും ഇവരോട് പോയി ചോദിക്കുകയാണ്, നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നല്ലോ, എന്താണ് സംഭവിച്ചത് എന്ന്. ഇതിന് മറുപടിയായിട്ട് എഡും ലോറൈനും അവരോട് പറഞ്ഞ കാര്യം, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, ഇതുപോലൊരു അവസ്ഥ ഞങ്ങൾക്ക് മുമ്പ് എപ്പോഴും വന്നിട്ടില്ല. അതായത് വളരെ അപകടകാരിയായിട്ടുള്ള ആളുകളാണ് അതിനുള്ളിലുള്ളത്. ഞങ്ങൾക്ക് ഒരിക്കലും അവരെ ഒഴിപ്പിക്കാനായിട്ട് കഴിയില്ല. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരികയാണ്, നിങ്ങൾ ആ വീട്ടിലേക്ക് ഇനി പോവണ്ട, ആ വീട് ഉപേക്ഷിച്ചേക്കൂ. നിങ്ങൾ പൈസൻ്റെ ലാഭവും നഷ്ടവും നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ആ വീട് ഈ പറയുന്ന ശക്തികൾ നമുക്ക് വിട്ടു തരില്ല എന്ന് ഉറപ്പാണ്. വീട് അബാൻഡൻ ചെയ്ത് കളയുക എന്നത് മാത്രമാണ് ഏക വഴി എന്നാണ് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആളുകൾ തുറന്നു പറയുന്നത്. അമേരിക്കയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ പാരാനോർമൽ എക്സ്പേർട്സ് ദമ്പതികൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞുവെങ്കിലും ഈ വീടിൻ്റെ ഉടമസ്ഥയായിട്ടുള്ള ദമ്പതികൾ അതങ്ങനെ വീണ്ടും വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർ മറ്റൊരാളെ കൂടെ കണ്ടു. ഹാൻസ് ഹോയ്സർ എന്ന പേരിലൊരാളെയാണ് ഈ ദമ്പതികൾ അടുത്തതായിട്ട് കണ്ടുപിടിച്ചത്. ഇദ്ദേഹം ഈ വീട്ടിലേക്ക് വന്ന് അവിടെ എല്ലാം തന്നെ പരിശോധിച്ചതിൽ നിന്നും അദ്ദേഹം ഇവരോട് പറയുന്നത്, ഈ പറയുന്ന പോലുള്ള ഒരു പെർട്ടിക്കുലർ ശക്തിയുടെ ആ ഒരു സാന്നിധ്യം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നിങ്ങൾ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഈ വീടിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് നന്നായിട്ട് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു ശ്മശാനമായിരുന്നു. ഒരുപാട് ജഡങ്ങൾ ഇവിടെ കുഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അവരുടെ ഒരു കൂട്ടം ആത്മാക്കളുടെ ഒരു സംയോജനം ഈ വീട്ടിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീട് ഉപേക്ഷിച്ച് പോകുന്നതായിരിക്കും നല്ലത്. എഡും ലോറൈനും എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇത്രയും പേര് അവർക്ക് സാധ്യമല്ല, ഞങ്ങൾക്കത് കഴിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഈ ദമ്പതികൾ എന്ത് ചെയ്യാനാണ്? അവർ നേരെ ബാങ്കിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവരോട് പറയാണ്, നിങ്ങളിൽ നിന്നും മേടിച്ച വായ്പ ഞങ്ങൾക്ക് തിരിച്ചടയ്ക്കാനായിട്ട് കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ മേടിച്ച പ്രോപ്പർട്ടി നിങ്ങൾ ഏറ്റെടുത്തോളൂ, എന്നിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളൂ, അതിനെ വിറ്റ് പൈസയാക്കോ, ഏത് രീതിയിൽ എങ്ങനെയാണ് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറയാണ്. ശേഷം ബാങ്ക് ആ വീട് ഏറ്റെടുത്തിട്ട് റിയൽ എസ്റ്റേറ്റുകാർക്ക് വിൽക്കാനായിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ പ്രൊസീജിയേഴ്സ് ആ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പറയുന്ന ദമ്പതികൾ ഈ വീടുമായിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റും അവസാനിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് ഇപ്പോൾ ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിനുശേഷം ഈ ദമ്പതികൾ ചെയ്തൊരു കാര്യമുണ്ട്, ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന ഒരാളെ നേരിട്ട് ചെന്ന് കണ്ടിട്ട് അവർ 28 ദിവസമാണ് ഈ വീട്ടിൽ താമസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ അനുഭവം ഒരു അനുഭവ കഥയാക്കിയിട്ട് പറയാമെന്ന് ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം എഴുതുകയാണ്, അതായത് ഇവരുടെ റിയൽ സ്റ്റോറി ആയിട്ട് ഒരു അനുഭവ കഥ എഴുതുകയാണ്, ഒരു ബുക്ക് തയ്യാറാക്കുകയാണ്. പക്ഷേ ആ ബുക്കിന് വൻ വിജയമായിരുന്നു. ഒരുപാട് ആളുകൾ, കോടിക്കണക്കിന് ആളുകളാണ് ആ ബുക്ക് മേടിച്ചത്. ഈ ബുക്ക് ഇങ്ങനെ ഒരുപാട് പേര് മേടിച്ചതിൽ നിന്നും ഇവർ ധാരാളം പണം സമ്പാദിക്കുകയാണ്. അതായത് ഭാവനയിൽ സൃഷ്ടിച്ച ഒരു കഥ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ആരും അങ്ങനെ ബുക്ക് മേടിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ഒരു റിയൽ സ്റ്റോറിയാണ്, ഇത് നടന്ന സംഭവമാണ് എന്ന് തെളിവുകൾ സഹിതം ഇവർ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ ആ ബുക്ക് മേടിക്കും. ഇതുകൊണ്ടും തീർന്നില്ല, ഇത് ബേസ് ചെയ്തിട്ട് ഒരു സിനിമ തന്നെ ഇറക്കി. ആ സിനിമയും വൻ വിജയമായിരുന്നു. ഒരുപാട് പേരാണ് ആ സിനിമ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ വഴിയും ഈ ദമ്പതികൾക്ക് ധാരാളം പണം ലഭിക്കുകയാണ്. ഒരു ദമ്പതികൾ ഞങ്ങളിത് നേരിട്ട് അനുഭവിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു ബുക്ക് എഴുതി ഒരു സിനിമ തയ്യാറാക്കി ഇവർ ഇതിൽ നിന്നും ധാരാളം പണം സമ്പാദിച്ചു എന്ന് പറയുമ്പോൾ 2 കാര്യം ഇവരിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തേത്, ഇവരെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടാവും. അതുകൂടാതെ ഇവർ ഫുൾ ഉഡായിപ്പാണ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകളും ഉണ്ടാവും. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, ഇവർ പറയുന്ന എല്ലാം തന്നെ ശരിയാണ്, ഞങ്ങൾക്ക് അറിവുള്ളതാണ്, ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഇവർക്ക് അരികിലേക്ക് പോയിട്ടുണ്ട്, ആ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, അവരെല്ലാം പേടിച്ച് പിന്മാറിയതാണെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് ഇവർ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയെല്ലാം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഒരു ഇല്ലാ കഥ മെനഞ്ഞുണ്ടാക്കിയതാണെന്നാണ് മറ്റൊരു ടീംസ് പറയുന്നത്. ഈ ദമ്പതികൾ പറയുന്ന കാര്യങ്ങളെ അനുകൂലിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം. പക്ഷേ ഇവിടെ അനുകൂലിക്കാത്ത ആളുകൾ, അതായത് ഇവർ ഫ്രോഡാണ് എന്ന് പറയുന്നില്ലേ, അതിനൊരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ദമ്പതികൾ ഈ വീട്ടിലെ ഒരു കൊലയാളി ഉണ്ടല്ലോ, ആ കൊലയാളിയുടെ വക്കീലിനെ നേരിട്ട് ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ വക്കീലിനോട് കാര്യങ്ങളെല്ലാം ഇവർ തുറന്ന് പറയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന്. അത് ഈ വക്കീൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റെക്കോർഡിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വക്കീൽ ഇവരോട് പറയുന്നുണ്ട്, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ എന്താണോ അനുഭവിച്ചത് അത് കുറച്ചുകൂടെ എക്സാജറേറ്റ് പറയാം, അതായത്
കുറച്ചുകൂടെ കൂട്ടി പറയുക. ഒരു 10 കാര്യമാണ് അനുഭവിച്ചത് എങ്കിൽ അതിന് 20 ആക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പറയാം. അങ്ങനെ പറയുന്ന സമയത്ത് നമുക്കിത് ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യാം. അതുകൂടാതെ ഒരു സിനിമ ഇറക്കാം. ഇങ്ങനെയെല്ലാം ചെയ്യുന്ന സമയത്ത് ധാരാളം പണം നമുക്ക് സമ്പാദിക്കാനായിട്ട് പറ്റും. നിങ്ങൾ അതിൻ്റെ കോപ്പിറൈറ്റ് എല്ലാം തന്നെ എനിക്ക് തരണമെന്ന് ഈ വക്കീൽ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ആ ദമ്പതികൾ പറയുന്നത് ഇതിലെന്തോ ഒരു ചതിയുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ ദമ്പതികൾ ആ വക്കീലിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത്. പക്ഷേ ഇവർ സംസാരിച്ച ഇവരുടെ ആ ഒരു കോൺവെർസേഷൻ ആ ഒരു റെക്കോർഡിങ് വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലരും ഇവർ ഫേക്ക് ആണ് എന്ന് വാദിക്കാനുള്ള കാരണം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യം വളരെ സാധാരണമായിട്ടുള്ളൊരു ന്യൂസ് അല്ല, ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ദമ്പതികൾ നുണ പറഞ്ഞിട്ടാണ് ഇത്രയും ബുക്ക് വിറ്റിരിക്കുന്നത്, അതുകൂടാതെ ഈ പറയുന്ന സിനിമ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്പ്രെഡ് ആവുന്നത് കൊണ്ട് തന്നെ ഗവൺമെൻറ് ഒരു പുതിയൊരു കാര്യം മുന്നോട്ട് വെക്കുകയാണ്. ഈ ദമ്പതികളെ പോളിഗ്രാഫ് ടെസ്റ്റ് ചെയ്യണം. ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇവർ പറയുന്നത് സത്യമാണോ അല്ലെങ്കിൽ നുണയാണോ എന്ന്. ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുന്നവരെ പല ആളുകൾക്കും ഒരു ചിന്തയുണ്ടായിരുന്നു, ഒരു പക്ഷേ ഇവർ ഇത് മാനിപ്പുലേറ്റ് ചെയ്തതായിരിക്കുമെന്ന്. പക്ഷേ ടെസ്റ്റിൻ്റെ റിസൾട്ട് പോസിറ്റീവായിരുന്നു. അതെ, ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യമായിരുന്നു. പോളിഗ്രാഫ് ടെസ്റ്റിൻ്റെ റിസൾട്ട് മാത്രമല്ല, എഡും ലൊറൈനും അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ പറഞ്ഞ കാര്യങ്ങൾ നുണയാണെന്നാണ് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഞങ്ങൾ അവിടേക്ക് പോയതാണ്, നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്താണ്, അവിടെയുള്ള ആ ഒരു ശക്തിയുടെ പ്രസൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും, ഇവർ വളരെ ഫേമസ് ആണല്ലോ, ഇവർ രണ്ടുപേരും ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് പറയുകയാണ്. ഈ വീട്ടിൽ 28 ദിവസം താമസിച്ച ദമ്പതികൾ വളരെ ഫേമസ് ആയല്ലോ. അതായത് ബുക്ക് പബ്ലിഷായി, സിനിമ ഇറങ്ങി, അതുകൂടാതെ ഇവർ ഒരുപാട് ഇൻ്റർവ്യൂസ് കൊടുത്തു. അങ്ങനെയൊക്കെ ആയ സമയത്ത് ഈ വീടിനെ കുറിച്ച് അറിഞ്ഞ എല്ലാവരും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ എല്ലാവരും ഈ വീടിനെ ദൂരെ നിന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരികയാണ്. അതായത് ഭയപ്പെടുത്തുന്ന എന്തോ ഒരു സംഭവം നിൽക്കുന്നത് പോലെ. പിന്നെ ആ വീടിൻ്റെ ആ ഒരു സ്ട്രക്ചർ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. അതിൽ രണ്ട് ജനൽ പോലത്തെ ഒരു സംഭവം ഉണ്ട്, കണ്ടില്ലേ? അതായത് ആ വീടിന് 2 കണ്ണുള്ള പോലെയാണ്. എല്ലാം കൊണ്ടും കാണുന്നവർക്കും അത് അത്രയ്ക്ക് ട്രസ്റ്റബിൾ ആണ്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ ദമ്പതികൾ ഈ വീട്ടിൽ നിന്നും വെളിയിലേക്ക് വന്നുവെങ്കിലും ഇവരുടെ ഉള്ളിൽ നിന്നും ആ ഒരു ശക്തി ശരിക്കും വേർവിട്ട് പോയിട്ടില്ല എന്ന്. അതായത് ഇവർ ലണ്ടനിലേക്ക് പോകുന്ന ഒരു സമയത്ത് എക്സോസിസം ചെയ്യുന്ന ഒരു ടീം ഇവരെ സന്ദർശിച്ചിട്ട് ഇവരെ അത് ചെയ്ത സമയത്ത് ഇവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിലുടനീളം ആ ശക്തി ഇപ്പോഴും ഇവരെ പിന്തുടരുന്നുണ്ട് എന്നൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലെന്തുമാത്രം വാസ്തവം ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ ഇവരിതിങ്ങനെ പറയുന്നുണ്ട്. ഈ ദമ്പതികൾ ഈ വീട്ടിനെ ഉപേക്ഷിച്ചിട്ട് പോയി എന്ന് പറഞ്ഞില്ലേ, അതിനുശേഷം ഈ വീട്ടിന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1977 ദ ക്രോമാറ്റി ഫാമിലി എന്ന പേരുള്ള ഒരു ടീം ഇവരുടെ ഈ വീട്ടിൽ താമസിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 1980 വരെ ഈ വീട്ടിൽ അവർ താമസിച്ചിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം അവർക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാണ്. അതായത് അവർക്ക് മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരവരുടെ മക്കളുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ വീട്ടിൽ താമസിച്ചത്. അവർക്ക് ആകുള്ളൊരു ഡിസ്റ്റർബൻസ് എന്താണെന്ന് വെച്ചാൽ അവിടേക്ക് വരുന്ന ആളുകളെല്ലാം തന്നെ എന്തോ ഒരു അത്ഭുത വസ്തുവിനെ പോലെയാണ് ഈ വീട്ടിനെ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. അത് മാത്രമാണ് ഇവർക്ക് ആകൊരു കാര്യം ഉണ്ടായിരുന്നത് എന്നാണ് അവർ പറയുന്നത്. 1980 ശേഷവും ഈ വീട്ടിൽ ഒരുപാട് ആളുകൾ താമസിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും ഇതുപോലുള്ള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്ത് പറയുന്നത്. നമ്മളിതിൻ്റെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ, അതിനുശേഷം അവിടെ താമസിച്ച ആളുകൾക്ക് ഇങ്ങനൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഈ വീടിൻ്റെ ആദ്യകാല നമ്പർ 112 എന്നാണ്. എന്നാൽ തുടർന്ന് അങ്ങോട്ട് താമസിക്കാൻ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരുപാട് ആളുകൾ ഈ വീടിനെ ഒരു പ്രേതത്തിൻ്റെ വീട് പോലെ നോക്കിക്കാണുന്നത് വളരെ ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ 108 എന്ന് ഈ വീടിൻ്റെ നമ്പർ മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ വീടിൻ്റെ സ്ട്രക്ചർ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞതാണ്. ചെറിയ രീതിയിലെല്ലാം തന്നെ സ്ട്രക്ചറൊക്കെ മാറ്റി നോക്കിയെങ്കിലും ആളുകൾ ഈ ഒരു പ്ലേസിനെ, ഈ ഒരു സ്ഥലത്തിനെ, അല്ലെങ്കിൽ ഈ വീട് നിൽക്കുന്ന ഒരു സ്ഥാനത്തിനെ ഒരു പ്രേതത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുപോലെ തന്നെയാണ് ഇപ്പോഴും നോക്കി കാണുന്നത്. വെറും 28 ദിവസം മാത്രം ആ വീട്ടിൽ താമസിച്ച ഈ ദമ്പതികൾക്ക് മാത്രം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരാനുള്ള സാധ്യത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പൊതുവെ പറയുന്ന കുറച്ച് മറുപടികളുണ്ട്. അതായത് ഇവരുടെ മനസ്സിൽ ഇത് കൊലപാതകം നടന്നൊരു വീടാണ്, ഇവിടെ ഇത്രയും ആത്മാക്കളുണ്ട് എന്നുള്ള ചിന്തകളെല്ലാം തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സൈക്കോളജിക്കലി ഇവർക്ക് ചില വ്യത്യാസങ്ങൾ തോന്നിയിട്ടുണ്ടാവും. ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രൂപം കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ശരിക്കും റിയൽ ആയിട്ട് തോന്നി തന്നെ ആയിരിക്കാം. പക്ഷേ ആ കാര്യം കുറച്ചുകൂടി ഇവർ എക്സാജറേറ്റ് ചെയ്തിട്ട് വെളിയിൽ അറിയിച്ചിട്ടുണ്ടാവും. ഇതാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ മറ്റേ ടെസ്റ്റ് എല്ലാം തന്നെ നടത്തിയപ്പോൾ ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇവർക്ക് യഥാർത്ഥത്തിൽ തോന്നിയ കാര്യങ്ങളാണ് ഇതെല്ലാം. അതായത് ഇവർ നുണ പറഞ്ഞതല്ല, ഇവർക്ക് തോന്നിയതാണ്. പക്ഷേ ഈ കഥാരൂപത്തിലും അല്ലെങ്കിൽ ബുക്ക് രൂപത്തിൽ, സിനിമാ രൂപത്തിലൊക്കെ വെളിയിൽ വന്നത് കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് വെളിയിൽ വന്നിട്ടുണ്ടാവാം. എന്തായാലും ഇവർ പറഞ്ഞത് സത്യമാണ്. ഇവരുടെ യഥാർത്ഥമായിട്ടുള്ള തോന്നലാണ് ഇവർ പറഞ്ഞത്. ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു ദമ്പതികൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു വീട് മേടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് ഭംഗിയുള്ളൊരു വീട് കാണുന്നത്. അവരുടെ കയ്യിലാണെങ്കിൽ കുറച്ച് പണമേ ഉള്ളൂ,
കൂടുതൽ പണം ലോൺ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു വീട് സ്വന്തമാക്കിയ ശേഷം 28 ദിവസം മാത്രമേ അവരോട് താമസിച്ചിട്ടുള്ളൂ. അതായത് അവർക്ക് ഇങ്ങനെ ഒരു സാഹചര്യമായിട്ടും അവരുടെ കയ്യിൽ പണമില്ല, താമസിക്കാൻ പോകാൻ വേറെ സ്ഥലമില്ല, ഇങ്ങനൊരു സാഹചര്യമായിട്ടും വെറും 28 ദിവസം മാത്രമേ അവർക്കവിടെ കഴിയാനായിട്ട് കഴിയുന്നുള്ളൂ. അതായത് ഇതിൻ്റെ ശല്യം കാരണം. അതുകൊണ്ട് ഇവർ നുണ പറഞ്ഞിട്ട് പോയതാണ് എന്ന് എനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഒരു പക്ഷേ മേ ബി നമ്മൾക്ക് 2 രീതിയിൽ കണക്കാക്കാം. ഇത് വിശ്വസിക്കുന്ന കൂട്ടർക്ക്, ഇങ്ങനൊരു പ്രേതമുണ്ട്, ഭൂതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടർക്ക് ഒരു പക്ഷേ അതിൻ്റെ ശല്യം കൊണ്ട് തന്നെ അവർ 28ാമത്തെ ദിവസം ആ വീട്ടിൽ നിന്നും ഓടിപ്പോയതാണെന്ന് വിശ്വസിക്കാം. രണ്ടാമത്തേത്, ഇത് വിശ്വസിക്കാത്ത ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ വീട്ടിന് ഇതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നതാണ് എന്ന് നന്നായിട്ട് ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കാണുന്ന കാഴ്ചകൾ, അവർ കേൾക്കുന്ന ശബ്ദങ്ങൾ, അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതെല്ലാം ഇങ്ങനെ ആയിരിക്കുമെന്ന് അവരുടെ ഉൾബോധത്തിൽ നിന്നും തോന്നിയതായിരിക്കാം. അതായത് ഇവർ നുണ പറഞ്ഞു എന്നല്ല, ഇവർ നുണ പറയുന്നില്ല, പക്ഷേ ഇവർക്ക് അങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഇവർ നുണ പറഞ്ഞതല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത്. ഇനി ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിൽ പോയിട്ട് ഈ വീടിൻ്റെ ഏത് അവന്യൂവിലാണ്, ഏത് കാര്യത്താണെന്നുള്ളതൊക്കെ കൃത്യമായി അടിച്ചു കൊടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് അവസ്ഥ. അതായത് ആ ഭാഗം ബ്ലർ ചെയ്തിരിക്കുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഈ ഒരു വീട് കാണാൻ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നത് കൊണ്ടാവാം. എന്തായാലും ഗൂഗിളും മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇതങ്ങനെ കാണാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നല്ലതല്ലാത്ത ഒരു വീടാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾക്കൊന്നും കാണാൻ കഴിയാതെ അവരിങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അതെന്തായാലും സത്യത്തിൽ ഇതൊക്കെ വെളിയിൽ ഈ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ആൾക്കാർ വല്ല തെറിയും പറയും, നിനക്ക് തലയ്ക്ക് ഭ്രാന്തിൻ്റെ ചെക്കാ ചോദിക്കും. പക്ഷെ ഇങ്ങനെയുണ്ട്, ഇതൊരു പോസിബിലിറ്റിയാണ് അല്ലേ? ഓരോ ആൾക്കാർക്കും ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ഞാൻ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 കാരണങ്ങൾ എനിക്ക് തോന്നിയത് പറഞ്ഞത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിൽ എന്തായാലും 100% ഓരോ ആളുകൾക്കും അവരവരുടേതായിട്ടുള്ള ജീവിത രീതി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും ഈ കേസിനെ കുറിച്ച് അഭിപ്രായം ഉണ്ടാവുക. കാര്യം ഒരാൾ അനുകൂലിക്കുമ്പോൾ വേറൊരാൾ ഇതിനെ എതിർക്കും, അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. ഇത് ഒരുപാട് ലോങ് വീഡിയോ ആണ്, വലിയൊരു വീഡിയോ ആണ് അതിനോ. പക്ഷേ ഇത് സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞാൽ മാത്രമേ നമുക്കിതിൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു കിട്ടുള്ളൂ. എനിക്കിതിൽ ഇടയിൽ വെച്ച് പറയാൻ കഴിയില്ല. സത്യത്തിൽ എന്താണ് ഇവർ അനുഭവിച്ചത് എന്നുള്ളത് വ്യക്തമായി പറയണം. പിന്നെ എന്താണ് ഈ വീടിനതിന് മുമ്പിൽ സംഭവിച്ചത് എന്ന് പറയണം. പിന്നെ അവസാനം ഇപ്പോൾ എന്താണ് ഈ വീടിൻ്റെ സിറ്റുവേഷൻ എന്നുള്ളത് പറയണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് വലിയൊരു വീഡിയോ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. Bye.